بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശദീകരിച്ചതുപോലെ നമ്മൾക്ക് ഇനി പഠിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വിട്ടേച്ചു പോയ ആ ഒരു നിലപാടുകൾ, ആ ഒരു ആദർശം, ആ ഒരു മനഹജ്, അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മളിനി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സ്വഹാബത്തിൻ്റെ നിലപാടുകൾ അത് A to Z ആദ്യം മുതൽ അവസാനം വരെ ഓരോന്നും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പഠിക്കുക എന്നുള്ളത് എന്തല്ല, പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ സ്വഹാബത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ അവർ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് എന്ത്, സ്വഹാബത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് എതിരായിട്ടുള്ള, അതിനോട് ഓപ്പോസായിട്ടുള്ള വ്യതിയാന കക്ഷികൾ, വിദഅത്തിന്റെ ആളുകൾ, ആ ആളുകൾ സ്വഹാബത്തിനോട് എതിരായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ, മസ്അലകൾ, അതിലെന്ത് ചെയ്യും, സ്വഹാബത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കും. എന്നുവെച്ചാൽ ഏതൊക്കെ മസ്അലകളിലാണോ, വിഷയങ്ങളിലാണോ ബിദ്അത്തിന്റെ ആളുകൾ സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിപ്പോയിട്ടുള്ളത്, അവർക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്, ആ വിഷയങ്ങളിലെ ശരിയായ നിലപാട്, ഖുർആന്റെയും സുന്നത്തിന്റെയും സ്വഹാബത്തിന്റെയും നിലപാട് വ്യക്തമാക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതി. അതുകൊണ്ട് എന്താ മെച്ചെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെറിയൊരു സമയം കൊണ്ട് ശരിയായ സ്വഹാബത്തിന്റെ നിലപാടുകൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേതെന്നുള്ളത്, നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയേക്കാവുന്ന ബിദ്അത്തിന്റെ വ്യതിയാനങ്ങൾ, അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്വന്തത്തെ സംരക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ വിശ്വാസം ശരിയായ രൂപത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ട വിഷയത്തിൽ ആമുഖം നമ്മൾ സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എൻ്റെ ഉമ്മത്ത്, മുസ്ലിം സമൂഹം, തൗഹീദും ഈമാനൊക്കെയുള്ള ആളുകൾ 73 വിഭാഗങ്ങളായി പിരിയും. കുല്ലുഹാ ഫിന്നാർ. ആ 73 നരകത്തിലാണ്, ഇല്ല വാഹിദ, ഒരു വിഭാഗം ഒഴികെ. അപ്പൊ സ്വഹാബത്ത് ചോദിക്കണം, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസം പറഞ്ഞു കൊടുക്കുകയാണ്, മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിലുള്ള ആളുകൾ. ഞാനും എൻ്റെ സ്വഹാബത്തും. ശ്രദ്ധിക്കണം, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഏതൊരു മാർഗത്തിലാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രീതിയിലാണുള്ളത്, അതിനാണ് നമ്മൾ എന്ത് പറയാം, സുന്നത്ത് എന്ന് പറയാം. അതിനാണ് സുന്നത്ത് എന്ന് പറയാം. പിന്നെ അതിനോട് ചേർത്തി പറയുന്നത് വഅസ്ഹാബി, എൻ്റെ സ്വഹാബത്ത് ഏതൊരു നിലപാടുകളിലാണുള്ളത്, എൻ്റെ സ്വഹാബത്ത് ഏതൊരു നിലപാടുകളിലാണുള്ളത്. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, ജമാഅത്ത് എന്ന് പറയും. ഇത് രണ്ടും കൃത്യമായി മുറുകെ പിടിക്കുന്ന ഒരാളെയാണ് എന്ത് പറയാം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയും. ഇത് രണ്ടും മുറുകെ പിടിക്കുന്ന ഒരാളെയാണ് അഹ്ലു സുന്നത്ത്. നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയണം. ഇപ്പോൾ നമ്മൾ പല ആപ്പുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കണ്ടിട്ടില്ലേ? ഇതേപോലെ നമുക്ക് എല്ലാ മുസ്ലിമീങ്ങളും അവരുടെ മാർഗദർശനമായി, അവരുടെ കിതാബായി ഉയർത്തിപ്പിടിക്കുന്ന കാര്യമാണ് എന്ത്, ഖുർആൻ. എല്ലാവരും ഒരേ സെയിം ഖുർആൻ തന്നെയല്ലേ? വ്യത്യാസമുണ്ടോ? 2 ഇല്ല, 3 ഇല്ല, ഒരേ ഖുർആൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരേ ഖുർആൻ മുൻനിർത്തിയിട്ട് അവർ പറയുന്ന വാദങ്ങൾ സെയിം ആണോ, ഒന്നാണോ? അല്ല, ഡിഫറൻ്റ്, വ്യത്യാസമുള്ള പലതരത്തിൽ പല രൂപത്തിലുള്ള അവകാശവാദങ്ങളും വിശ്വാസങ്ങളൊക്കെയാണ് അവർ ഖുർആനിന്റെ ആശയമായിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്കിത് വെരിഫൈ ചെയ്യണം, ഇതന്നെയാണോ ഖുർആനിന്റെ ആശയം?
ഇത് തന്നെയാണോ ഖുർആൻ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്? ഇതേ മീനിങ് ആണോ ഈ വ്യക്തി ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്ന ഈ എക്സ്പ്ലനേഷൻ തന്നെയാണോ അള്ളാഹു ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ ഈ 2 സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയാൽ മതി. സിമ്പിളാണ്. നമുക്ക് ദീൻ എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് ഈ ഒരു ആയത്ത് നേർക്ക് നേരെ എതിരാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ആയത്തിന് ഇയാൾ പറഞ്ഞ അർത്ഥം ശരിയല്ല. എത്ര വലിയ പണ്ഡിതനായിക്കോട്ടെ, എത്ര സമൂഹത്തിൽ സ്ഥാനമുള്ള ആളായിക്കോട്ടെ, അയാൾ ഈ പറയുന്ന അർത്ഥം അത് അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥമല്ല. ഇനി സുന്നത്തിൽ നമുക്കൊരു കാര്യം നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിലും ചില ഹദീസുകളൊന്നും ആ വിഷയത്തിൽ ബന്ധപ്പെട്ട് കണക്ട് ആയിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ എന്തിലേക്ക് പോകണം? അടുത്ത സ്റ്റെപ്പ് സ്വഹാബത്തിന്റെ നിലപാടുകൾ. അതിന് നമ്മൾ ഇജ്മാ എന്നാണ്. അതിന് ഇജ്മാ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. മുൻകാലക്കാരായിട്ടുള്ള പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഇജ്മാ രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥങ്ങളുണ്ട്. ഇബ്നുൽ മുൻദിറിന്റെ അൽ ഇജ്മാ എന്ന പേരുള്ള കിതാബുണ്ട്. അതുപോലെ തന്നെ ഇബ്നുൽ ഖത്താൻ റഹിമഹുള്ളയുടെ അൽ ഇഖ്നാഉ ഫീ മസാഇൽ ഇജ്മാ. അങ്ങനെ ധാരാളം കിതാബുകൾ സലഫുകളുടെ ഗ്രന്ഥങ്ങൾ ഇജ്മാന്റെ വിഷയത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ ഇതിൽ പരിശോധിക്കണം. അതിലേതെങ്കിലും ഒരു ഇജ്മാഇന് എതിരാകുന്ന ഓപ്പോസ് ആകുന്ന മീനിങ് ആണ് ഖുർആന്റെ ആയത്തിൽ പറയുന്നതെങ്കിൽ ആ അർത്ഥം എന്തല്ല, ആ എക്സ്പ്ലനേഷൻ ശരിയല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഖുർആൻ മനസ്സിലാക്കേണ്ടത്, നമ്മളത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കേണ്ടത് സുന്നത്തിനും ജമാഅത്തിനും യോജിക്കുന്ന രൂപത്തിലായിരിക്കും. അപ്പോഴേ നമ്മൾ എന്തിന്റെ ആളാവുകയുള്ളൂ? ഖുർആനിന്റെ ആളാവുകയുള്ളൂ. നമ്മൾ ഖുർആൻ മനസ്സിലാക്കുകയാണ് നമ്മുടെ സ്വന്തം നമുക്ക് മനസ്സിലായതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ശൈഖ് പഠിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ആ ഒരു വിഭാഗം പറഞ്ഞു തരുന്നത് പോലെയാണ് നമ്മൾ ഖുർആൻ മനസ്സിലാക്കുന്നതെങ്കിൽ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്ന ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് എന്താവാൻ കഴിയില്ല? ഖുർആനിന്റെ ആളാവാൻ കഴിയില്ല. നമുക്കൊരിക്കലും ഖുർആനിന്റെ ആളാവുക കഴിയുകയില്ല. ഖുർആനിന്റെ ആളാവാൻ നമ്മൾ എന്ത് ചെയ്യണം? സുന്നത്തും ജമാഅത്തും അതിന് എതിരാകാത്ത, അതിന് യോജിക്കുന്ന രൂപത്തിൽ ഖുർആനെ പിൻപറ്റണം. അപ്പോഴാണ് നമ്മൾ ഖുർആനിന്റെ ആളാവുക. അപ്പോൾ മാത്രമാണ് നമ്മൾ ഖുർആനിന്റെ ആളാവുക. എല്ലാവരും ഖുർആനിന്റെ ആളുകളായാൽ ഖുർആൻ ഒന്നേ ഉള്ളൂ എന്നതുപോലെ തന്നെ എന്ത് ചെയ്യും? എല്ലാവരും ഒന്നാവും. എന്ന് എല്ലാ ആളുകളുടെ പ്രശ്നം എന്താ? മുസ്ലിമീങ്ങൾക്ക് ഒരുമയില്ല. മുസ്ലിമീങ്ങൾ കുറെ ഗ്രൂപ്പുകളാണ്, കുറെ സംഘടനകളാണ്, കുറെ വിഭാഗങ്ങളാണ്, പല കക്ഷികളാണ്. ഒന്നിനെ ഒരാളെ കണ്ടാൽ പറ്റൂല, മറ്റൊരാളെ കണ്ടാൽ മുണ്ടൂല. തമ്മിൽ പ്രശ്നങ്ങളും ചേരിതിരിവുകളും ഇങ്ങനെ ഗ്രൂപ്പിസും ഒക്കെയാണ്. എന്താണ് ഇതിന് പരിഹാരം? ഇതിനുള്ള പരിഹാരം എന്താ? നമ്മൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താണ്? അതിവിടെ തെളിയിക്കപ്പെട്ടതാണ്. ജസ്റ്റ് തിയറികൾ മാത്രമല്ല, പ്രാക്ടിക്കലായി തെളിയിക്കപ്പെട്ടൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താണത്? അതറിയണമെങ്കിൽ സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ മതി. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, ഖുർആനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുന്നതിന് മുമ്പ് സ്വഹാബത്ത് ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളെക്കാൾ കഷ്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടടുത്ത ഗോത്രക്കാരോട് പോലും ചെറിയ ഒട്ടകത്തിന്റെ കയറിന്റെ വിഷയത്തിൽ പോലും മാസങ്ങൾ കണക്കെ യുദ്ധം ചെയ്യാറുണ്ട്. നിസ്സാര വിഷയങ്ങൾ. അങ്ങനെയുള്ള ആളുകൾ പിന്നെന്തായി തീർന്നു? തൊട്ടടുത്തുള്ള നാട്ടുകാരോട് പോലും ഇത്രയധികം ശത്രുതയും വിദ്വേഷവും പകയും വെച്ചു പുലർത്തിയിരുന്ന ആളുകൾ ഏതെല്ലാം നാട്ടുകാരെ പോലും സ്വന്തം സഹോദരന്മാരെക്കാളും സ്നേഹിക്കാൻ സ്വഹാബത്തിന് സാധിച്ചു. നിങ്ങൾക്കറിയാലോ, സൽമാൻ ഫാരിസി പേർഷ്യക്കാരനാണ്, സുഹൈൽ ഇബ്നു സിനാൻ റോമക്കാരനാണ്, ബിലാൽ ഇബ്നു റബാഹ് അബസീനിയക്കാരനാണ്. ഇവരൊക്കെ സ്വന്തം സഹോദരന്മാർ പരസ്പരം സ്നേഹിക്കുന്നതിനേക്കാൾ പരസ്പരം സ്നേഹിക്കാനും ഒറ്റക്കെട്ടായി മാറാൻ അവർക്ക് സാധിച്ചത് എങ്ങനെയാണ്? ഈ ഖുർആനെ പിൻപറ്റിയതുകൊണ്ടാണ്. പക്ഷെ പ്രശ്നം, നമ്മൾ ഇന്നത്തെ കാലത്തെ ആളുകളും അന്നത്തെ കാലത്തെ ആളുകളും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയോ?
അവരെങ്ങനെ ഒന്നായി, നമ്മളെന്തുകൊണ്ട് ഒന്നാമത്തിന്റെ കാരണം എന്താ, റീസൺ എന്താണെന്നറിയോ? അവർ ഖുർആനിനെ പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റി. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് പിൻപറ്റുമെന്ന് പറയുന്നു, പക്ഷെ ഖുർആനല്ല പിൻപറ്റും, സ്വന്തം താല്പര്യങ്ങളും ഇച്ഛകളെയും ആഗ്രഹങ്ങളും പിൻപറ്റും. എന്നിട്ട് അതിന് യോജിക്കുന്ന ഏതെങ്കിലും ഖുർആന്റെ ആയത്തുകൾ കിട്ടുമ്പോൾ അത് ഓതിയിട്ട് എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കുകയും തെളിവ് പിടിക്കുകയും ചെയ്യും. അത് മാത്രം ഇന്നിവിടെ നടക്കുന്നത്, അത് മാത്രമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് ഖുർആനിന്റെ ആളുകളാവാൻ സാധിക്കുക എന്നുള്ളത് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിലൂടെ കടന്നു പോകും മാത്രം. ഇത് രണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തോട് ഉദ്ദേശിക്കുന്നതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തോട് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഒരുപാട് പ്രത്യേകതകൾ ഹദീസുകളിലും മറ്റൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണെന്ത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി വാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹം ഈ ഒരു വിഭാഗത്തെ പറ്റി പഠിപ്പിച്ചു തരാം. എന്താ പറയുന്നത്? എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം എല്ലായ്പ്പോഴും ഉണ്ടാവും. എല്ലായ്പ്പോഴും ഒരു വിഭാഗം ഹക്കിൽ പ്രകടമായിക്കൊണ്ടുണ്ടാവും. ഹക്കിൽ പ്രകടമായിക്കൊണ്ടുണ്ടാവും. അവരെ എതിർക്കുന്നവർക്കോ അവരെ കൈയൊഴിയുന്നവർക്കോ അവരെ യാതൊരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരേക്കും അവരതിൽ തന്നെ ഉണ്ടാവും. ഖിയാമത്ത് നാൾ വരേക്കും അവരതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായി ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാവും. ഒരു വിഭാഗം എപ്പോഴും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഭാഗത്തിന് പണ്ഡിതന്മാർ എന്ത് പേര് വിളിക്കാറുണ്ട്? ത്വായിഫത്തുൽ മൻസൂറ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കപ്പെട്ട വിഭാഗം എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിളിക്കാറുണ്ട്. അതേപോലെ നമ്മളിപ്പോ പറഞ്ഞ ഈ ഹദീസ്, നരകത്തിന് രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം ഈ വിഭാഗമാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അത് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തിനെ അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന വിഭാഗം എന്ന് എന്ത് ചെയ്യാറുണ്ട്? അവർ വിളിക്കാറുണ്ട്. അതേപോലെ സ്വഹാബത്തിനെ അവരുടെ നിലപാടുകൾ വളരെയധികം ശക്തമായി പരിശോധിക്കുകയും അത് വെച്ച് വെരിഫൈ ചെയ്യുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് സ്വഹാബികൾ നമ്മുടെ മുൻപ് കഴിഞ്ഞവരെ സലഫാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സലഫാണ് ആര്? സ്വഹാബത്തും താബീങ്ങളും. അപ്പൊ അവരുടെ നിലപാടുകൾ ശരിക്ക് അന്വേഷിച്ച് പഠിക്കുന്ന ആളുകളായതുകൊണ്ട് സലഫുകളെ പിൻപറ്റുന്നവർ എന്ന രൂപത്തിൽ സലഫികൾ എന്ന് വിളിക്കാറുണ്ട്. ഇതൊക്കെ വേറെ വേറെ ഗ്രൂപ്പുകളല്ല, ഇതെല്ലാം ഒരൊറ്റൊരു വിഭാഗത്തിന്റെ മറ്റു വ്യത്യസ്ത പേരുകളാണ്. വ്യത്യസ്ത പേര്. നമ്മൾ ഇതെന്ത് പറയുന്നത് വെച്ചാൽ, നമ്മുടെ നാട്ടില് പല ആൾക്കാരും പറയാറുണ്ട്, സലഫി എന്ന് പറഞ്ഞാല് ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി, അഞ്ചാമത്തെ ഒരു മദ്ഹബാണ് എന്ത്? സലഫി. അഞ്ചാമത്തെ ഒരു മദ്ഹബാണ് സലഫി. ഇങ്ങനെ പറഞ്ഞിട്ട് സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ എമ്പാടുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം. ഇത് വേറൊരു മദ്ഹബാണ്. അവര് പറയാ എങ്ങനെയാ? നമ്മുടെ പൂർവികന്മാർക്ക് പരിചയമുള്ളത് ആകെ ഒരേ ഒരു 4 മദ്ഹബുകൾ മാത്രമാണ്. 4 മദ്ഹബുകൾ മാത്രം. ഇത് വേറൊരു പുതിയ മദ്ഹബാണ് എന്നാണ് പറയാറ്. ഇതൊരു പുതിയ മദ്ഹബല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ 4 മദ്ഹബിന്റെ ഇമാമുമാരും അവർ സലഫികളാണ്. ഈ 4 മദ്ഹബിന്റെ ഇമാമുമാരും സലഫികളാണ്. ഇന്നത്തെ കാലത്ത് അവരുടെ അനുയായികളെ നോക്കിയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ആ മദ്ഹബിന്റെ ഇമാമുമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാർ അവരെഴുതിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാണ്. അതിൽ ഇമാം അഹമ്മദിന്റെ കാര്യം സുവ്യക്തമാണ്, ക്ലിയർ ആണ്. കാരണം എന്താ? അദ്ദേഹം തന്നെ ഉസൂലുൽ സുന്ന എന്ന പേരിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ കാര്യം അതേപോലെ തന്നെ ക്ലിയർ ആണ്. കാരണം ഇമാം ഷാഫിയുടെ ഏറ്റവും അടുത്ത ശിഷ്യനായ ഒരാളാണ് മുസനി. ഷാഫി ഫിഖ് പഠിക്കുന്ന ആളോട് ചോദിച്ചാൽ മുഖ്തസർ അൽ മുസനി എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഏറ്റവും അവലംബിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സോഴ്സാണ്. ഈ ഇമാം മുസനി റഹിമഹുല്ലാഹ് ശറഹു സുന്ന എന്നുള്ള പേരിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ സാഹിബു ഷാഫി എന്നറിയപ്പെടുന്ന മറ്റൊരു അറിയപ്പെട്ട പണ്ഡിതനാണ് ഹുമൈദി. ഈ ഹുമൈദി റഹിമഹുല്ലാഹ് ഉസൂൽ സുന്ന എന്നുള്ള പേരിൽ കിതാബ് എഴുതിയിട്ടുണ്ട്.
ഇവർ രണ്ടുപേരും ഇമാം ഷാഫിയുടെ കൂടെ വർഷങ്ങൾ താമസിച്ച് അദ്ദേഹത്തിന് ദീൻ പഠിക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന രണ്ട് പണ്ഡിതന്മാർ. ഇതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മദ്ഹബിലാണെങ്കിൽ ഇബ്നു അബീ സഈദ് അൽ ഖൈറുവാനി, അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ മാലിക് സ്വഗീർ എന്നാണ്, ചെറിയ മാലിക് എന്നാണ്. അത്രയധികം ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മദ്ഹബ് പഠിക്കുകയും അതിൽ അങ്ങേയറ്റം ഖിദ്മത്തുകൾ ചെയ്യുകയും ചെയ്ത മാലിക്കി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് ആര്? ഇബ്നു അബീ സഈദ് അൽ ഖൈറുവാനി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന് റിസാല എന്ന പേരിൽ എന്തുണ്ട്? അതിന്റെ ആമുഖത്തിൽ മുഴുവൻ വിശ്വാസമാണ്. പിന്നെയാണ് ഫിഖ് കാര്യങ്ങൾക്ക് മറ്റു മസാലകളൊക്കെ വരുന്നത് പിന്നീട്. അതിന്റെ ആമുഖത്തിൽ മുഴുവൻ സലഫി അഖീദ. അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അഖീദ വിശദീകരിക്കുന്ന നമുക്ക് ഇന്നത്തെ കാലത്ത് പോലും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് ഇമാം ത്വഹാവി റഹ്മത്തുള്ളാഹി അഖീദത്തു ത്വഹാവി. അഖീദത്തു ത്വഹാവി ഇന്നും നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. ഇതൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊന്നിലും സ്വഹാബത്തിന്റെ നിലപാടിനെതിരായിട്ടുള്ള നിലപാടുകൾ ഇവരെല്ലാവർക്കും കാണാൻ കഴിയില്ല. കഴിയുകയില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ സിമ്പിളായിട്ട് ഞാൻ വഴി പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതലുള്ളത് ഷാഫിഈ മദ്ഹബുകാരാണ്. ഈ ഷാഫിഈ മദ്ഹബുകാരോട് പറയുക, നിങ്ങളുടെ ഇമാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ, ആ ശിഷ്യന്റെ ഗ്രന്ഥം നിങ്ങൾ ഷാഫിഈയാക്കൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിൽ പിന്നെ ആരെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇമാം മുസനിയുടെയോ ഹുമൈദിയുടെയോ ഈ രണ്ട് കിതാബുകൾ ഏതൊന്ന് കൊടുത്തിട്ട് അവരോട് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു നോക്കി. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം അവരുടെ വിശ്വാസം ഇമാം ഷാഫിയുടെ വിശ്വാസമല്ല. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഷാഫിഈയാക്കളാണ് ഞങ്ങൾ ഇമാം ഷാഫിയുടെ പിൻവറക്കാരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഏറ്റവും അടുത്ത ശിഷ്യന്മാരായിട്ടുള്ള മുസനിയുടെയോ ഹുമൈദിയുടെയോ കിതാബ് പഠിപ്പിക്കാൻ കഴിയും. അത് പഠിപ്പിക്കാൻ കഴിയും. കാരണം അതിൽ മുഴുവൻ സലഫി അഖീദ, സലഫി വിശ്വാസം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. പറഞ്ഞു അത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നതിന്റെ മറ്റൊരു പേരാണ് എന്ത്? സലഫി എന്നുള്ളത്. അതല്ലാതെ ഇത് വേറെ എന്തെങ്കിലും ഒരു വിഭാഗമോ ഗ്രൂപ്പോ സംഘടനയോ പാർട്ടിയോ ഒന്നുമല്ല. ഇതിലും മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഇന്ന് എല്ലാ ആളുകളും തൗഹീദുള്ളവരൊക്കെ സ്വന്തത്തെ എന്തിലേക്ക് ചേർത്തി പറയുന്നത്? സലഫിയത്തിലേക്ക് ചേർത്തി പറയും അല്ലെ? എല്ലാവരും മസ്ജിദിന്റെ പേര് സലഫി മസ്ജിദ്, മദ്രസയുടെ പേര് സലഫി മദ്രസ. നമ്മൾ എന്തിലേക്ക് അങ്ങനെ ഒരു ചേർത്തി പറഞ്ഞത് കൊണ്ട് നമ്മൾ സലഫി ആവും? ഇല്ല. ശ്രദ്ധിക്കണം. നമ്മൾ ഈ നിലപാടുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ നിലപാടുകളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാൽ നമ്മൾ സലഫി ആവും? ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകൾ പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് മാത്രം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാഹ് സൗകര്യം കിട്ടുമെങ്കിൽ, സന്ദർഭം കിട്ടുമെങ്കിൽ നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമാ. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു സംബന്ധിച്ചുള്ള വിഷയമാണ്. നമ്മൾ അതിൻ്റെ റുബൂബിയത്ത്, അതുപോലെ തന്നെ ഉലൂഹിയത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിലേറ്റവും ബിദ്അത്തിന്റെ ആളുകളിൽ മിക്ക ആളുകൾക്കും പഴച്ചു പോയിട്ടുള്ളത് റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അല്ല, അസ്മാ വ സിഫാത്ത്. ബിദ്അത്തിന്റെ കക്ഷികളിൽ ഏറ്റവും കൂടുതൽ വിഭാഗങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് അസ്മാ വ സിഫാത്തിലും. കാരണം റുബൂബിയത്ത് എന്നുള്ളത് ഫിത്രത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യം. അത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ അള്ളാഹു ഇല്ല, എന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്ന ആളുകൾ വളരെ അപൂർവം, റയർ കേസാണ്. അത്രയും ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ മാത്രമേ എന്തെങ്കിലും സംസാരിക്കുള്ളൂ. പിന്നുള്ളത് ഉലൂഹിയത്തിലും പഴവ് സംഭവിച്ചിട്ടുള്ളത് ഒരാളെ മുസ്ലിമാണെന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം ഒരാളുടെ മൈൻഡിൽ വരുന്ന ആദ്യത്തെ കാര്യമാണ് എന്ത്? അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും, പ്രാർത്ഥിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ
മറ്റെന്തൊക്കെ വൃത്തികേടുകൾ, മറ്റെന്തൊക്കെ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ. പിന്നെയും പ്രശ്നം വന്നത് വ്യതിയാനം സംഭവിച്ചിട്ടുള്ള അസ്മാ സിഫാത്ത്. അത് ആ ഒരു വ്യതിയാനം സംഭവിക്കാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട്. എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്, ഈ ഗ്രീക്ക് ഫിലോസഫിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറബികൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അതിന്റെ കിതാബുകൾ അറബിയിലേക്ക് വിവർത്തനം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, അതൊക്കെ വായിച്ച് അത് ഇവരെ എഫക്ട് ചെയ്ത് പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കാതായി. അള്ളാഹു ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അതിന്റെ കുറെ തിയറികളൊക്കെ, അനാവശ്യമായിട്ടുള്ള ബാത്തിലായിട്ടുള്ള ഒരുപാട് തിയറികൾ അതിലുണ്ട്. ഇൽമുൽ കലാം എന്ന് പറയും, ഇൽമുൽ കലാം എന്നാണ് പറയുക, ഫിലോസഫി. അതിന്റെ ഒരുപാട് തിയറികൾ മനസ്സിൽ കടന്നുകൂടി അങ്ങനെ ഹക്ക്, ഖുർആന്റെ ആയത്തുകളും ഹദീസുകളും അറിയിച്ചിരുന്ന ഹക്ക് അവർക്ക് സ്വീകരിക്കാൻ പറ്റാതെ. അങ്ങനെയാണ് ഈ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിൽ നമ്മുടെ നിലപാട് എന്താ? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താ? അസ്മാ വ സിഫാത്ത്. ഇത് എളുപ്പം മനസ്സിലാകാൻ ഒരൊറ്റൊരു സംഭവം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു സംഭവമാണ് എല്ലാ അസ്മാ വ സിഫാത്തുകളിലും അഹ്ലുസ് സുന്നത്തിന്റെ നിലപാട്. എന്താണ് സംഭവം? കേട്ടിട്ടുണ്ടോ? ഇമാം മാലിക് റഹിമഹുല്ലാഹ്, മാലിക്കി മദ്ഹബിന്റെ ഇമാം, അദ്ദേഹം മസ്ജിദ് നബവിയിൽ ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഹദീസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന മജ്ലിസിലേക്ക് ഒരു ബിദ്അത്തുകാരൻ കടന്നു വരും. എന്നിട്ട് അയാൾ പറയും, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. ഖുർആൻ ആയത്താണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. റഹ്മാനായ റബ്ബ് അർശിന്റെ മുകളിൽ ഇസ്തിവ ആയിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് അർശിന്റെ മുകളിൽ ഇസ്തിവ ആയിട്ടുണ്ട്. ഇത്രയും ഓതിയിട്ട് അയാൾ ചോദിക്കുന്ന ചോദ്യം എന്താ? കൈഫ ഇസ്തവ. ഇസ്തിവ ആയിട്ടുണ്ട്, എങ്ങനെ? അതിന്റെ രൂപം എന്താണ്? എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തെ ശിഷ്യന്മാര് പറയുന്നുണ്ട്, ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഇത്രയധികം ദേഷ്യപ്പെട്ടതായി ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇത്രയധികം അദ്ദേഹം ദേഷ്യപ്പെട്ടത് ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയധികം അദ്ദേഹം ദേഷ്യം വന്നിട്ട് കുറച്ചു നേരം അദ്ദേഹം തല താഴ്ത്തി മിണ്ടാതിരിക്കും, മുഖമൊക്കെ ചോന്നിട്ട്. എന്നിട്ട് അദ്ദേഹം കുറച്ചു നേരം എനിക്ക് മുഖം വരുത്തില്ല. ആ വിദ്യാർത്ഥികാരോട് പറയുന്നത്, അൽ ഇസ്തിവാഉ മഅലൂമുൻ. ഇസ്തിവ എന്നുള്ളത് അതിന്റെ ഭാഷയിലെ അർത്ഥം അറിയപ്പെട്ടതാണ്. എന്താണ് ഭാഷയിലെ അർത്ഥം? മുകളിലാവുക, ഉപരിയിലാവുക. അല വർത്തഫ എന്നുള്ള അർത്ഥം. ഇസ്തവ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റഹ്മാനു അലൽ അർശി, അല എന്ന് പറഞ്ഞിട്ട് കൂടെ അതിന്റെ കൂടെ ഇസ്തവ എന്ന് വന്നു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ അതിന് മുകളിലാവുക എന്നുള്ള അർത്ഥമല്ലാതെ വേറൊരു അർത്ഥം അതിനില്ല. അറബി ഭാഷയിൽ വേറൊരു അർത്ഥം അതിന് രണ്ടാമതില്ല. ഇസ്തിവാഉ മഅലൂം. ഇസ്തിവ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന് അർത്ഥം അറിയപ്പെട്ടതാണ്. വൽ കൈഫു മജ്ഹൂലുൻ. എന്നാൽ അതിന്റെ രൂപം അറിയപ്പെട്ട, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നമുക്ക് അള്ളാഹുവിനെ പറ്റി അള്ളാഹ് പഠിപ്പിച്ചു തന്നതല്ലാത്തൊരു കാര്യം അറിയാൻ കഴിയും? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പറ്റി പറഞ്ഞു തന്നതല്ലാത്ത നമുക്കൊരു കാര്യം അറിയാൻ സാധിക്കില്ല. വൽ കൈഫു മജ്ഹൂലുൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൽ ഈമാനു ബിഹി വാജിബുൻ. അതിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അള്ളാഹു അർശിന്റെ ഉപരിയിലായിട്ടുണ്ട് എന്നുള്ളതിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ. അതിനെപ്പറ്റി ചോദിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. അതിന്റെ രൂപത്തെ പറ്റി ചോദിക്കുക, എങ്ങനെയാണ് ഇസ്തിവ ആയത്, അതിന്റെ രൂപം എന്താണെന്ന് ചോദിക്കൽ, അത് ബിദ്അത്താണ് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കും. ഇതേ നിലപാടാണ് നമുക്ക് എല്ലാ വിശേഷണങ്ങളോടും അള്ളാഹുവിൻ്റെതായി പഠിപ്പിച്ചതിലുള്ള എല്ലാ കാര്യങ്ങളും നിലനിർത്താൻ. അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പഠിപ്പിച്ചത്. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പഠിപ്പിച്ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മുഖമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിന്റെ മുഖം മറ്റേതെങ്കിലും സൃഷ്ടികളുടെ മുഖം പോലെയാണെന്ന് ചിന്തിക്കാനോ കമ്പയർ ചെയ്യാനോ പാടില്ല. കാരണം എന്താ? ലൈസ കമിസ്ലിഹി
ശരി, അവനെ പോലെ ഒരു കാര്യമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് സമനായി ഒരാളുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ മുഖം പോലെ മറ്റൊരു സൃഷ്ടിയുടെയും മുഖമായിരിക്കൂല. പക്ഷെ മറ്റൊരു സൃഷ്ടിയുടെയും മുഖം പോലെ അള്ളാഹുവിന്റെ മുഖം. ഈ ഒരു ഉറച്ച പോലും നമുക്കുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മുഖം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മുഖം എന്ന് തന്നെ വിശ്വസിക്കണം. മുഖം എന്ന് തന്നെ വിശ്വസിക്കണം. അതേപോലെ തന്നെ കൈ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബല്യദാഹു മബ്സൂതതാൻ, അവന്റെ രണ്ട് കൈകളും നിവർത്തി വെക്കപ്പെട്ടതാണ്. രണ്ട് കൈകളുണ്ടെന്ന് വിശ്വസിക്കണം. അതേപോലെ തന്നെ രണ്ട് കണ്ണുകളുണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ട് കണ്ണുകളുണ്ടെന്ന് പഠിപ്പിച്ചില്ലേ? ദജ്ജാലിനെ പറ്റി പഠിപ്പിച്ചത് എന്താ പറഞ്ഞ? ദജ്ജാലിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ ഒറ്റ കണ്ണനാണ്. നിങ്ങളുടെ റബ്ബ് എന്തല്ല? ഒറ്റ കണ്ണനല്ല. അള്ളാഹു രണ്ട് കണ്ണുകളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ വിശ്വസിക്കണം. അള്ളാഹു തൃപ്തിപ്പെടും, അള്ളാഹു കോപിക്കും. കോപം ലഭിക്കപ്പെട്ട ആളുകൾ, കോപിച്ചതാരാ? അള്ളാഹുവാണ്. സ്വഹാബത്തിനെ പറ്റി റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു. അള്ളാഹു അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും. അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും, അള്ളാഹു ഇഷ്ടപ്പെടും. ഇങ്ങനെ ധാരാളം വിശേഷണങ്ങൾ അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ വിശ്വസിക്കണം. എന്താണോ അതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഭാഷയിലെ അർത്ഥം, അങ്ങനെ തന്നെ വിശ്വസിക്കണം. പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ മറ്റേതെങ്കിലും സൃഷ്ടികളുമായി കമ്പയർ ചെയ്യാൻ പാടില്ല. ഒരു സൃഷ്ടികളുമായി കമ്പയർ ചെയ്യാൻ പാടില്ല. അതിൽ ചേർന്ന് വരുന്ന മറ്റൊരു വിഷയമാണ് എന്ത്? അള്ളാഹു എവിടെയാണ്? അള്ളാഹു എവിടെ? എല്ലാത്തിൻ്റെ ഉപരിയിലാണ്. എല്ലാത്തിൻ്റെയും ഉപരിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഉടമസ്ഥനായ സ്വഹാബി ആ പെൺകുട്ടിയെ അനാവശ്യകത പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അടിച്ചു പോവാണ്. അപ്പൊ അങ്ങനെ അർഹതപ്പെട്ടതല്ലാത്ത രൂപത്തിൽ അടിമകൾ അടിച്ചു കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ നിയമം എന്താ? അടിമയെ മോചിപ്പിക്കണം. പ്രായശ്ചിത്തമായിട്ട് അടിമയെ മോചിപ്പിക്കണം. അപ്പൊ ഈ അടിമയെ മോചിപ്പിക്കട്ടെ എന്ന് സ്വഹാബ് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടിമ പെൺകുട്ടിയെ കൊണ്ടുവരാൻ ആവശ്യപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണ്? പരിശോധന ടെസ്റ്റ് നടത്താൻ. അവിടെ ഈമാനുള്ളവളാണോ? ഈമാനുള്ളവളാണെങ്കിൽ മോചിപ്പിച്ചോളൂ. പരിശോധിക്കാൻ വേണ്ടി ചോദിക്കുന്ന ആദ്യ ചോദ്യം എന്താണ്? ഐന അല്ലാഹ്, അള്ളാഹു എവിടെയാണ്? അപ്പൊ എന്താ മറുപടി പറഞ്ഞ? ഐന അല്ലാഹ്. ഫിസ്സമാ. അപ്പൊ കുട്ടി മറുപടി പറഞ്ഞത് ഫിസ്സമാ, എല്ലാത്തിന്റെയും ഉപരിയിലാണ്. എല്ലാത്തിന്റെയും ഉപരിയിലാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന സൂറത്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അഅല എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും മുകളിലാണെന്ന് അർത്ഥം. പക്ഷെ അവന്റെ മുകളിലൊന്നുമില്ല അല്ലെ? അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ് എന്ത്? ഈ ളാഹിറിന്റെ അർത്ഥം എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹദീസിൽ, നമ്മളിപ്പോ ഞാൻ പറയുന്ന വിശദീകരണം എന്നാലും വിചാരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹദീസിൽ എന്ത് ചെയ്ത് വിശദീകരിക്കുന്നുണ്ട്? ഹദീസിൽ സ്ഥിരപ്പെട്ട വാക്കാണ്. അള്ളാഹുവെ നീ ളാഹിറാണ്. എന്നാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് നിനക്ക് മുകളിൽ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വിശദീകരണം. അള്ളാഹുവിന്റെ മുകളിൽ ഒന്നുമില്ല എന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും മുകളിലാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അവന്റെ എല്ലാ സൃഷ്ടികളും അവന്റെ താഴെ. എല്ലാ സൃഷ്ടികളും അവന്റെ താഴെ. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ ചോദിച്ചു നോക്കി, നമ്മുടെ കുടുംബക്കാരോടോ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു നോക്കി, അള്ളാഹ് എവിടെയാണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല, ഉത്തരം അറിയില്ല. സ്വഹാബത്തിലെ ചെറിയൊരു പെൺകുട്ടി, അതും അടിമ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പോലും പറയാൻ പറ്റുന്ന ഉത്തരം ഇന്നത്തെ കാലത്തെ വലിയ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല. അത്രമാത്രം വലിയ വ്യത്യാസം, അന്തരം, വ്യതിയാനം പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ചിലർ പറയാം അള്ളാഹു എല്ലാവിടെ ഉണ്ടെന്ന്.
അള്ളാഹു എല്ലാവിടെയും ഉണ്ടെന്ന് പറയും. മണ്ണിലും തൂണിലും തുരുമ്പിലും എന്നൊക്കെ പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഉപരിയാണ്. അപ്പൊ ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട്, അള്ളാഹു ഖുർആനിൽ പല ആയത്തുകളും പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു നമ്മുടെ കൂടെയാണ്. ഏതുപോലെ വഹുവ മഅക്കും ഐനമാ കുൻതും, വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇതിന്റെ അർത്ഥം അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് എപ്പോഴും. അവന്റെ സ്ഥാനം എല്ലാത്തിനും ഉപരിയിലാണ്. പക്ഷേ അവന്റെ അറിവ് കൊണ്ട് അവൻ നമ്മളുടെ കൂടെയാണ്. അല്ലേ? ഈ ളാഹിറിന്റെ കൂടെ തൊട്ടടുത്ത് പറയുന്ന പേരെന്താ? അൽ ബാത്തിൻ. എന്താ ഈ ബാത്തിന്റെ അർത്ഥം? ഫലൈസ ദൂനക ശൈ, നിന്നേക്കാൾ അടുത്തവനായി വേറെ ആരുമില്ല. പക്ഷെ നമ്മുടെ തൊട്ടടുത്തൊരാൾ ഇരിക്കുന്നത് വിചാരിക്കുക, ഇയാൾ നമ്മളെ പറ്റി അറിയുന്നതിനേക്കാൾ കൂടുതൽ ആരറിയും? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അപ്പൊ അറിവ് കൊണ്ട് നമ്മളുടെ ഏറ്റവും അടുത്തവനാണ് ആര്? അൽ ബാത്തിൻ എന്ന പേര് ആ ഒരു അർത്ഥത്തെ അറിയുന്നത്. അറിവ് കൊണ്ടും അതുപോലെ തന്നെ നമ്മളെ അവന്റെ അധികാരം കൊണ്ട് വലയം ചെയ്തിട്ടുണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ അവൻ നമ്മുടെ കൂടെ. പക്ഷെ അവന്റെ ശരിക്കുള്ള സ്ഥാനം അവിടെ എല്ലാത്തിനും ഉപരിയാണ്. എല്ലാത്തിനും ഉപരി, എല്ലാ സൃഷ്ടികളുടെയും ഏറ്റവും മുകളിലുള്ള സൃഷ്ടിയാണ് എന്ത്? അർശ്. ആ അർശിന്റെയും മുകളിലാണ് ആര്? റഹ്മാനായ റബ്ബ്. അതാണ് റഹ്മാനു അലൽ അർശി ഇസ്തവ. റഹ്മാനു അലൽ അർശി ഇസ്തവ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? അള്ളാഹുവിന്റെ കലാം. അല്ലെ? ഖുർആൻ എന്താ? അള്ളാഹുവിന്റെ കലാം. ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാം. കലാം എന്ന് പറഞ്ഞാൽ എന്താ? സംസാരം. കലാം എന്ന് പറഞ്ഞാൽ സംസാരം. നമ്മൾ കലാം, സംസാരത്തിന് സംസാരം തന്നെ വിശ്വസിക്കണം. പല ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യും? പലതരത്തിലും ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് കാണാം. അവർ പറയാം എന്താ? അള്ളാഹു ഒരു ആശയം എന്ത് ചെയ്തു? ജിബ്രീലിന് ഇട്ട് കൊടുത്തു. ആ ആശയം എന്ത് ചെയ്തു? ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് ജിബ്രീൽ എന്ത് ചെയ്തു? സംസാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതാണ്. അങ്ങനെയാണോ? അള്ളാഹു സംസാരിച്ചതാണ്. അതാര് കേട്ടു? ജിബ്രീൽ അലൈഹിസ്സലാം കേട്ടു. എന്നിട്ട് ഈ കേട്ട അള്ളാഹുവിന്റെ സംസാരമാണ് ആർക്ക് എത്തിച്ചു കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കും. അതേ സംസാരമാണ് ആര് നമുക്ക് ഓതിത്തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി തന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇന്ന് നമ്മൾ ഓതുന്ന ഈ ഖുർആനിലുള്ള ആയത്തുകൾ, സൂറത്തുകൾ, ഇതൊക്കെ അള്ളാഹു സംസാരിച്ച സംസാരം. ഈ ആയത്തുകളൊക്കെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. കാണാൻ സാധിക്കും. മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? അള്ളാഹു സുബ്ഹാനഹു കാണാൻ സാധിക്കില്ല. ദുനിയാവിൽ വെച്ച് ഒരാൾക്ക്, ഹദീസിൽ അങ്ങനെ തന്നെ പഠിപ്പിച്ചിരുന്നത്, ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? ദുനിയാവിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിന് റബ്ബിനോട് നേരിട്ട് സംസാരിച്ച സന്ദർഭത്തിലും അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ അഹ്ലുസുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ കാണാൻ മരിക്കുന്നതിന് മുമ്പ് കഴിയില്ല, സാധിക്കില്ല. മരിക്കുന്നതിന് മുമ്പ് കാണാൻ സാധിക്കില്ല. പക്ഷെ അത്ഭുതകരെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ കുറച്ചു കാലം മുമ്പ് കേട്ടിട്ടുണ്ടാവും, ഒരു നടന്നിട്ട് ഹജ്ജിന് പോയ യൂട്യൂബർ ഹാജി നടന്നു പോകുന്ന വഴിയിൽ എന്ത് ചെയ്തു? അള്ളാഹുവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. കേട്ടിട്ടില്ല? ഒരാൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് പറയാൻ അയാൾ പറയുന്ന പച്ചക്കളവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടോ എന്നുള്ളതിൽ പോലും എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് സ്വഹാബികൾ, നിങ്ങൾ ആ ഇസ്രാ മിഅ്റാജിന് ഏറ്റവും റബ്ബിനോട് സംസാരിക്കുന്ന വഴി നിങ്ങൾ റബ്ബിനെ കണ്ടോ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന് അറിയുമോ?
നൂറുൻ അന്നാ ഉറാ, മുഴുവൻ ഒരു പ്രകാശം, ഞാൻ എങ്ങനെ കാണുക എന്ന് ചോദിക്കും. മുഴുവൻ ഒരു പ്രകാശമാണ്. ആ പ്രകാശം അല്ലാഹുവിന്റെ ഹിജാബ് ഹദീസിൽ പഠിപ്പിച്ചു. ഹിജാബുഹുൻ നൂർ, അവന്റെ ഹിജാബ് മറയെന്നുള്ളത് പ്രകാശം. നമുക്ക് ഒരുപാട് വെളിച്ചം നമ്മുടെ കണ്ണി കടിച്ചത് എന്തെങ്കിലും കാണാം? ഇല്ല. എനിക്കൊന്നും ഞാൻ എങ്ങനെ കാണാനാണ്, വെളിച്ചം കൊണ്ട് നിറഞ്ഞിട്ട് എനിക്ക് എങ്ങനെ കാണാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ പറയാം. പിന്നെ കൽബ് കൊണ്ട് കണ്ടോ എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റു. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ എന്നുള്ള വിഷയത്തിൽ പോലും ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ എങ്ങനെയാണ് ബാക്കിയുള്ള ഒരാൾക്ക് കണ്ടു എന്ന് പറയാൻ സാധിക്കുക? അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അല്ലാഹു സുബ്ഹാനഹു കാണാൻ കഴിയില്ല. മരിച്ചു കഴിഞ്ഞാൽ ഈമാനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മഹ്ശറിൽ വെച്ചിട്ടും കാണാൻ സാധിക്കും, സ്വർഗത്തിൽ വെച്ചിട്ടും കാണാൻ സാധിക്കും. മഹ്ശറിൽ വെച്ചിട്ടും കാണാൻ സാധിക്കും, സ്വർഗത്തിൽ വെച്ചിട്ടും കാണാൻ സാധിക്കും. എന്ന് മാത്രല്ല, ഒരു സ്വർഗവാസിക്ക് സ്വർഗത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ കരുതിയിട്ടുള്ള പോരലീകളാണ് അല്ല. സ്വർഗവാസിക്ക് സ്വർഗത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണാൻ സാധിക്കാം. അള്ളാഹുവിനെ കാണാൻ സാധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്ന മാത്രയിൽ സ്വർഗവാസികൾ അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും എന്ത് ചെയ്യും? മറന്നുപോകും. അത്രമാത്രം വലിയ ആനന്ദമാണ്, അനുഗ്രഹമാണ് അള്ളാഹുവിനെ കാണാൻ സാധിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ സ്വഹാബത്തിന് കൂടെ നിൽക്കുകയും ഒരു 14 രാവ് പൂർണ്ണചന്ദ്രനുള്ള രാത്രി, മരുഭൂമിയിൽ തുറസായ സ്ഥലമാണല്ലോ, മരങ്ങളോ കെട്ടിടങ്ങളോ ഒന്നുമില്ല. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇങ്ങനെ പുറത്ത് നിൽക്കും. അപ്പൊ ആ ചന്ദ്രനെ കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, നിങ്ങൾ ഈ ചന്ദ്രനെ ഇപ്പൊ കാണുന്നത് പോലെ എന്ത് ചെയ്യും? നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണും. നിങ്ങളിപ്പോൾ ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും. എന്താണ് പറയാൻ കാരണം? നമ്മളിപ്പോ ഒരു ഗ്രൗണ്ടിൽ ഒരു 10 ലക്ഷം ആളുകൾ വിചാരിക്കും, ഒരുപാട് ആളുകൾ. ഇത്രയും ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആർക്കെങ്കിലും ചന്ദ്രനെ കാണാതാവോ? കാണാൻ പറ്റാതാവോ? തടസ്സം വരും? ഇല്ല. ഇതേപോലെ തന്നെ സ്വർഗത്തിൽ ഒരാൾക്ക് എന്താവൂല, പരസ്പരം തിരക്കും മറ്റു പ്രയാസങ്ങൾ കൊണ്ട് കാണാതാവുകയും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഈമാന്റെ വിഷയം. ഈമാന്റെ വിഷയം, ഈമാൻ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈമാൻ ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാനിന് 70 പരം ശാഖകൾ. ശാഖ എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്സുകൾ, പല ഭാഗങ്ങളാണ്. അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. ശ്രദ്ധിക്കണ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിലാണ് എണ്ണിയത്? ഈമാനിലാണ് എണ്ണിയത്. എന്ന് വെച്ചാൽ സംസാരം എന്തിൽ പെടും? ഈമാനിൽ പെടും. സംസാരം ഈമാനിൽ പെടും. പിന്നെ പറയുന്നത് എന്താ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ പാർട്ട് ഏതാ? വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക. വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എങ്ങനെയാണ്? നമ്മുടെ അവയവങ്ങൾ കൊണ്ടാണ്. അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് എണ്ണിയത്? ഈമാനാണ് എണ്ണിയത്. എന്ന് വെച്ചാൽ ഈമാൻ എന്ന് പറയുന്നത് ഹൃദയത്തിനകത്തുള്ള ഒരു കാര്യം മാത്രമല്ല. ഹൃദയത്തിനകത്തുള്ള കാര്യം മാത്രമല്ല, അത് നാവിലും പ്രകടമാവും, അവയവങ്ങളിലും പ്രകടമാവും. പല ആളുകളോടും താടി എന്തുകൊണ്ടാണ് ഷേവ് ചെയ്യുന്നത്, ട്രിം ചെയ്യുന്നത്? താടി വെറുതെ വിട്ടുകൂടെ? വസ്ത്രം, നിന്റെ വസ്ത്രം, നെയ്യാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് പഠിപ്പിച്ചത്. വസ്ത്രം നിനക്ക് ഉയർത്തിക്കൂടാ ചോദിക്കുമ്പോൾ ചില ആൾക്കാർ എന്താ പറയാ? എന്റെ ഈമാൻ കറക്റ്റാണ്, തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണെന്ന് പറയാം. എന്റെ ഇതൊന്നും കണ്ടിട്ട് നീ എന്ത് ചെയ്യണ്ട, എന്നെ നീ വിലയിരുത്തണ്ട, മാർക്കിടണ്ട. എന്റെ പുറത്ത് എങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ഖൽബ് അടിപൊളിയാണ്.
എൻ്റെ ഈമാൻ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. വിശ്വാസം പഠിപ്പിച്ചത് എന്താ? അലാ വൈന്ന ഫിൽ ജസദി മുദ്ഗ, അറിഞ്ഞുകൊള്ളുക, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലുഹൽ ജസദു കുല്ലു, അത് ശരിയായാൽ ശരീരം മൊത്തം ശരിയായി. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് കേടുവന്നാൽ ശരീരം മൊത്തം കേടുവരും. അലാ വഹിയൽ ഖൽബ്, അതായത് മാംസകഷ്ണം, അത് കൽബാണ്. കൽബ് ശരിയായാൽ നമ്മുടെ സംസാരം ശരിയാവും, പ്രവർത്തനങ്ങൾ ശരിയാവും, ഒക്കെ ശരിയാവും. എന്താ വെച്ചാൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മോശപ്പെട്ട കാര്യങ്ങൾ അത് അറിയാതെ പറ്റിപ്പോകുന്നതല്ലാതെ നമ്മൾ അതിനുള്ള സ്നേഹം കൊണ്ട് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഒഴിവാക്കാൻ നമ്മുടെ മനസ്സിൽ പ്ലാനില്ല. അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്, തെറ്റുകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ കൽബിൽ ഈമാൻ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. എന്നുവെച്ചാൽ ഉള്ളും പുറവും പരസ്പരം കണക്റ്റഡാണ്. ഏതുപോലെ ഒരു അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ച ഉദാഹരണം ഒരു മരം പോലെ. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ, നല്ലൊരു ഷജറ, മരം പോലെ. ഈ മരത്തിന്റെ വേര്, നമുക്ക് ഒരു മരത്തിന്റെ വേര് ഉള്ളിൽ മണ്ണിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ എന്താ വഴി? നമ്മളിപ്പോ ഒരു ചെടി കുഴിച്ചിട്ടു വീട്ടില്, എല്ലാ ദിവസവും ആ ചെടി ഇങ്ങനെ പുഴയ്ക്ക് നോക്കിയാൽ പറ്റുമോ? പറ്റില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്താ? ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വഴി എന്താ? ഈ ചെടി എന്തിനാണോ നട്ടത് അതിന്റെ ഫ്രൂട്ട് കിട്ടുന്നുണ്ടോ നോക്കാൻ. ഫ്രൂട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്താ? മണ്ണിൽ വേര് പിടിച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ശരിയായ രൂപത്തിൽ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. ഇതേപോലെയാണ് പുറമേക്ക് വൃത്തികേടുകളും മോശപ്പെട്ട കാര്യങ്ങളും ധാരാളമായി കടന്നു വരുന്നുണ്ടെങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ കുറയ്ക്കാൻ അവൻ ശ്രമിക്കുകയോ ഒന്നുമില്ലെങ്കിൽ അതെന്തിനെ അറിയിക്കുന്നുണ്ട്? ഉള്ളിൽ വേര് ഊന്നിയിട്ടില്ല, വേര് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഈമാൻ സ്ട്രോങ് അല്ല. ഉള്ളും പുറവും പരസ്പരം കണക്റ്റഡ്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചാണെന്ത്? നമ്മുടെ ഈമാനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന കാര്യങ്ങളുണ്ട്. പറഞ്ഞു യുദ്ധത്തിന്റെ ഇനങ്ങളൊക്കെ പറഞ്ഞു, 5 കിസ്മുകൾ പറഞ്ഞു. എന്നാൽ ഇതല്ലാത്ത ഒരു തിന്മ ഒരാൾ ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഉദാഹരണം, ഒരു മദ്യപാനം. നേരത്തെ പറഞ്ഞ യുദ്ധത്തിന്റെ ഇനങ്ങളൊന്നും അയാൾ പെട്ടിട്ടില്ല, തൗഹീദിന്റെ ഈമാനുണ്ട്. പക്ഷെ അയാൾ മദ്യപിച്ചുകൊണ്ട് മദ്യപാനി തന്നെ, മദ്യപാനത്തിൽ തൗബ ചെയ്തിട്ടില്ല. മദ്യപാനി ആയിട്ട് തന്നെ അയാൾ മരണപ്പെട്ടു പോകും. തൗഹീദുള്ള ഈമാനുള്ളൊരു മദ്യപാനി മറ്റു യുദ്ധത്തിന്റെ ഇനങ്ങളിലൊന്നും പെട്ടുപോയിട്ടില്ല. അയാളുടെ അവസ്ഥ എന്തായിരിക്കും ആഖിറത്തിൽ? സ്വർഗത്തിലോ നരകത്തിലോ? നരകത്തിൽ പ്രവേശിച്ചിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കും അല്ലെ? പക്ഷെ നരകത്തിൽ പ്രവേശിക്കണമെന്നും നിർബന്ധമില്ല. അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന് പറഞ്ഞത് വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിനേക്കാൾ ഗൗരവം കുറഞ്ഞ മറ്റു തിന്മകൾ, ഈ പറഞ്ഞ വൻപാപങ്ങൾ, മദ്യപാനൊക്കെ അതിലെപ്പെടും. ആ തിന്മകൾ ചെയ്ത ഒരാൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നവർ ശിക്ഷിക്കുകയും ചെയ്യും. ഇനി ശിക്ഷിച്ചാൽ തന്നെയും അവൻ കാലാകാലം ശാശ്വത ഖാലിദായിട്ട് നരകത്തിലായിരിക്കുമോ? ആയിരിക്കും? ഇല്ല, ഒരിക്കലും ആയിരിക്കില്ല. ശാശ്വതരായ നരകത്തിലാവുന്ന ആളുകൾ ആരും മാത്രം? രിദ്ദത്ത് സംഭവിക്കുന്ന ആളുകൾ മാത്രം, കുഫറും ശിർക്കും സംഭവിക്കുന്ന ആളുകൾ മാത്രം. ഇവർ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെയും ശാശ്വതരല്ല. അവർ ഏതെങ്കിലും ഒരു സമയത്തേക്ക് എവിടെത്തും? സ്വർഗത്തിലേക്ക് എത്തും. ഏതെങ്കിലും ഒരു സമയത്ത് അവരെന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. എന്നാൽ വൻപാപങ്ങൾ ചെയ്താൽ കാഫറാവും വിശ്വസിക്കുന്ന കൂട്ടരുണ്ട്. ഖവാരിജികളുണ്ട്, മുഅ്തസിലിയാക്കൾ കാഫറാവെന്ന് പറയില്ല, പക്ഷെ നരകത്തിൽ ശാശ്വതനാണെന്ന് പറയും. വൻപാപങ്ങൾ ചെയ്യുന്ന ആൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവനിൽ യുദ്ധത്തിന്റെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവൻ എന്താവൂല, നരകത്തിൽ ശാശ്വതനാവുകയില്ല. അവൻ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് എത്തും. എങ്ങനെ എത്തും? കുറെ വഴികളുണ്ട്. അവന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ട് എത്താം ഒരു ചാൻസ് ഉണ്ട്.
ഈ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹ് പുറത്തു കൊടുത്തിട്ട് എത്താം. തൗഹീദ് കൊണ്ട് ഈമാൻ കൊണ്ട് അള്ളാഹ് ഒരുപാട് പേർക്ക് പുറത്തു കൊടുക്കാറുണ്ട്. അങ്ങനെ എത്താം. ഇനി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബിമാരുടെയോ മറ്റു സ്വാലിഹീങ്ങളുടെ ഷഫാഅത്ത് കൊണ്ടെത്താം. ഇങ്ങനെ പല ചാൻസുകളുണ്ട്. എന്തായാലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, അവൻ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. തൗഹീദുള്ള ഈമാനുള്ള ഒരാളും നരകത്തിൽ ബാക്കിയാവില്ല. എല്ലാവരും നിർബന്ധം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയം കഴിയുമ്പോഴേക്കും എന്തായാലും എവിടെ എത്തിയിരിക്കും, സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഖബർ ശിക്ഷ. സ്വർഗവും നരകമൊക്കെ പിന്നെ ഉയർത്തേതായി ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയാം. ദുനിയാവിൽ തന്നെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യമാണ് ഖബറുകൾ, അല്ലെ? പല ആളുകൾ ഖബറൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഖബറൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ട്, മണ്ണ് മാന്തി നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഇവിടെ ഒന്നും ശിക്ഷയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഒന്നും അനുഗ്രഹങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ട് ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന, ഖബറിലെ അനുഗ്രഹങ്ങളെ തള്ളിക്കളയുന്ന ആളുകൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്, ധാരാളം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ എപ്പോഴും എല്ലാ നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചൊരു കൽപ്പനയാണ്. എന്താണത്? നിങ്ങൾ നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? 4 കാര്യങ്ങളെ തൊട്ട് രക്ഷ ചോദിക്കണം. 4 കാര്യങ്ങളെ തൊട്ട് രക്ഷ ചോദിക്കണം. 4 കാര്യങ്ങളൊന്നും എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബരി. ഖബർ ശിക്ഷയെ തൊട്ടാണ് ചോദിക്കുന്ന രക്ഷ തേടുന്നത്. എല്ലാ നിസ്കാരങ്ങളിലും രക്ഷ തേടുന്ന ഒരു കാര്യം ഇല്ലാത്തൊരു കാര്യമായിരിക്കും. വെറുതെ ഒരു കാര്യം രക്ഷ തേടാൻ പറയും ഇല്ല. ഖബർ ശിക്ഷ എന്നുള്ളത് പഠിപ്പിച്ച അത് ഹക്കാണ്. ഖബർ ശിക്ഷ എന്നുള്ളത് അത് ഹക്കാണ്. അത് നമ്മൾക്ക് കാണുന്നുണ്ടോ കാണുന്നില്ലയോ എന്നുള്ളതല്ല വിഷയം. അത് ഖബറിൽ പ്രവേശിപ്പിക്കപ്പെടണം നിർബന്ധമില്ല. മരണപ്പെട്ട് കഴിഞ്ഞ ഓരോരുത്തർക്കും എന്ത് ചെയ്യും? അവരുടെ അടുക്കലേക്ക് 2 മലക്കുകൾ കടന്നു വരും. മുൻകറന്നും നക്കീറെന്നും പേരിൽ 2 മലക്കുകൾ കടന്നു വരികയും അവരോട് 3 ചോദ്യങ്ങൾ ചോദിക്കുകയും ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് റാഹത്താണ്. സ്വർഗത്തിലെ എന്ത് ചെയ്യും? ഒരു കവാടം തുറന്നു കൊടുക്കുകയും അവിടെ നിന്നുള്ള കാറ്റടിച്ചു വീശുകയും അവിടുത്തെ സുഗന്ധം ഇട്ട് കൊടുക്കുകയും അവിടുത്തെ വിരിപ്പ് വിരിച്ചു കൊടുക്കുകയും ഒരു സ്വർഗത്തിൽ പ്രവേശനം കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഉത്തരം പറഞ്ഞിട്ടില്ലേ നേരെ ഓപ്പോസിറ്റ്, നരകത്തിലൊരു സാമ്പിളം, നരകത്തിന്റെ ദുർഗന്ധവും അവിടുത്തെ ചൂടുകാറ്റും തീ കൊണ്ടുള്ള വിരിപ്പും, ഇതൊക്കെ ഖബറിൽ ഖിയാമത്ത് നാൾ വരേക്കും കണ്ടിന്യൂസ് ആയി തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഭരണാധികാരിയെ അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്തത് മുസ്ലിം ഭരണാധികാരികളുടെ കീഴിലാണ് ഈ ഒരു നിയമം വരുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും അനുസരിക്കേണ്ടെന്നോ അതൊന്നും പൂർണ്ണമായി ലംഘിക്കണം എന്നോ അല്ലെങ്കിൽ അർത്ഥം. നമ്മുടെ നാട്ടിലെ നിയമങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? മുസ്ലിം ഭരണാധികാരി അല്ലെങ്കിൽ പോലും നമ്മുടെ ദീനിനെതിരാകാത്ത, ഹറാമാകാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത്തരം കാര്യങ്ങൾ, നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഹറാമാകാത്ത അല്ലെങ്കിൽ വാജിബ് നഷ്ടപ്പെടുത്താത്ത വിധിവിലക്കുകൾ അല്ലെങ്കിൽ നിയമങ്ങൾ, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ഒരു വിഷയം എന്നുള്ളത് മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ, ഭരണകൂടത്തിന് കീഴിൽ നിൽക്കുന്നവരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുല്ലപ്പൂ വിപ്ലവം, അറബ് വസന്തം എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരുപാട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും വിപ്ലവങ്ങളും അതൊക്കെ എവിടെ നടന്നിരുന്നു? അറബ് രാജ്യങ്ങളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് ഇന്ന് ആ നാടുകളൊക്കെ കുട്ടിച്ചോറാണ്. ഇന്ന് ആ നാടുകൾ മുഴുവൻ എല്ലാ നിലയ്ക്കും, സാമൂഹികമായ അവസ്ഥയിലാണെങ്കിലും എക്കണോമിക്കലാണെങ്കിലും എല്ലാ നിലയ്ക്കും അവിടുത്തെ അവസ്ഥ മൊത്തം താളം തെറ്റിക്കിടക്കുക. ലിബിയ, ടുണീഷ്യ, ധാരാളം രാജ്യങ്ങൾ. അപ്പോൾ ആ രൂപത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്തുക, വിപ്ലവം നടത്തുക എന്നുള്ളത് സലഫുകളുടെ രീതിയല്ല, സഹാബത്തിന്റെ മനഹജല്ല. എത്രത്തോളം അറിയോ? ഏറ്റവും ക്രൂരനായ ഭരണാധികാരി
ഭരണാധികാരി അറിയപ്പെട്ട ഒരാൾ, നിങ്ങൾ പോലും കേട്ടിട്ടുണ്ടാവും, ചരിത്രത്തിൽ അറിയപ്പെട്ട ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എത്രയോ ആളുകൾ അയാളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാരെ, അതുപോലെ തന്നെ ശ്രേഷ്ഠരായിട്ടുള്ള ആബിദീങ്ങൾ ഒരുപാട് പേര് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രശ്നം, ഫിത്ന, നിസ്കാരം പോലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ബാക്കി എന്തില്ലെങ്കിലും ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട നിസ്കാരമാണ്. അതുപോലും അവർക്ക് പലപ്പോഴും പല ജുമുഅകളും അവർക്ക് അസറിന്റെ സമയത്താണ് നിസ്കരിക്കാൻ പറ്റിയത്. ഭരണാധികാരിയുടെ എന്താ പറയുക ഫിത്ന, അയാളുടെ എന്താ പറയുക അലംഭാവം കാരണത്താൽ നിസ്കാരം പോലും പല പണ്ഡിതന്മാരും പുറമേക്ക് നിസ്കരിച്ച് കാണിക്കാൻ ഫിത്ന പേടിച്ചിട്ട് വീട്ടിനകത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് നിസ്കരിക്കാറുണ്ട്. നിസ്കാരം ഖളായി പോകും, ബാത്തിലായി പോകാതിരിക്കും. അത്രത്തോളം പ്രയാസപ്പെടുത്തി എല്ലാ നിലയ്ക്കും ദീനിന്റെ വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിൽ ഇത്രയധികം പ്രയാസം ഉണ്ടാക്കിയ മറ്റൊരു ഭരണാധികാരി ചരിത്രത്തിൽ ഉണ്ടാവില്ല. ആ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം, അയാളുടെ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ കുറച്ച് ആളുകൾ, താബിഈങ്ങൾ, സഹാബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് വരികയാണ്. അനസ് ഇബ്നു മാലിക്കിന്റെ അടുക്കൽ ഇങ്ങനെ ഇയാൾ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ഈ ഭരണാധികാരിക്കെതിരെ വിപ്ലവം നടത്തട്ടെ, ഖുറൂജ് ചെയ്യട്ടെ. ഭരണാധികാരിക്കെതിരെ ഞങ്ങൾ കുറച്ചുപേര് ചേർന്നിട്ട് ഒരു സായുധ സംഘമായി ചേർന്നിട്ട് ഈ ഭരണാധികാരിയുടെ അയാളെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഞങ്ങളൊരു പരിശ്രമം നടത്തി നോക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി, ആ പെർമിഷൻ ചോദിക്കാൻ വന്നത്. അനസ് ഇബ്നു മാലിക് എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കണം, ആർക്കെതിരെയാ ചോദിക്കുന്നത്? ഹജ്ജാജ് ഇബ്നു യൂസുഫിനെതിരെ. ചോദിക്കാൻ വന്ന ആളുകൾ ആരാ? ഏറ്റവും നല്ല, ആ സമൂഹത്തിൽ തന്നെ ഏറ്റവും ഇബാദത്തും ഇൽമും കൊണ്ടൊക്കെ അറിയപ്പെട്ട ആളുകൾ. എന്നിട്ട് പോലും അനസ് ഇബ്നു മാലിക് എന്താ പ്രതികരിച്ചെന്നറിയോ? ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കണം. സമിഅ്തുഹു മിൻ നബിയിക്കും, നിങ്ങളുടെ നബിയിൽ നിന്ന് ഞാൻ കേട്ട, എന്റെ വാക്കല്ല, നിങ്ങളുടെ നബിയിൽ നിന്ന് ഞാൻ കേട്ട വാക്കാണെന്ത്? ഇസ്ബിറൂ ഹത്താ തൽഖൗനി അലൽ ഹൗദ്. എത്ര കാലം ക്ഷമിക്കണല്ലേ? പലരും ചോദിക്കാറുണ്ട്. ഈ ഭരണാധികാരി ക്രൂരനായ അയാൾ കഴിഞ്ഞാൽ വേറൊരു അയാൾ, മറ്റൊരു ക്രൂരൻ വരും. ഇത് നമ്മൾ എത്ര കാലം ക്ഷമിക്കണം? പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നബിസ്വല്ലല്ലാഹു പറഞ്ഞ മറുപടി എന്താ? ഹത്താ തൽഖൗനി അലൽ ഹൗദ്, ഹൗദിൽ നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് വരേക്കും ക്ഷമിക്കണം. ഹൗദിൽ നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് വരേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുക. ഭരണാധികാരിയുടെ പ്രശ്നങ്ങൾ, പ്രയാസപ്പെടുത്തലുകൾ, അത് നമ്മൾ പ്രതിവിധി ഒരിക്കലും പ്രൊട്ടസ്റ്റുകളോ സമരങ്ങളോ വിപ്ലവങ്ങളോ അല്ല. അത് ദീൻ അനുവദിച്ചു തരുന്ന കാര്യമല്ല. അത് ദീൻ അനുവദിച്ചു തരുന്ന കാര്യമല്ല. ഇന്നിപ്പോ ഒരു നാട്ടിൽ ഭരണാധികാരി അനുവദിച്ചാൽ പോലും, ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിച്ചാൽ പോലും ദീൻ അനുവദിക്കുന്നില്ല. ദീൻ അനുവദിക്കുന്നില്ല പ്രൊട്ടസ്റ്റ് നടത്താനോ വിപ്ലവ സമരം നടത്താനോ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തല്ലേ? പല ആളുകൾ ഇത് പറയുമ്പോൾ നമ്മളെ കൊട്ടാര പണ്ഡിതന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ കളിയാക്കി. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തല്ല? മുസ്ലിം ഭരണാധികാരികൾ പറയുന്ന എല്ലാം അനുസരിക്കണം എന്നല്ല. ലാ തഅത ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാളെ അനുസരിക്കേണ്ട കാര്യമില്ല. എത്ര വലിയ ഭരണാധികാരിയാണെങ്കിൽ, എത്ര വലിയ ഭരണാധികാരിയാണെങ്കിൽ. ഇവിടെ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഭരണാധികാരിയെ നമ്മൾ ഉപദേശിക്കേണ്ടത് റോട്ടിൽ ഇറങ്ങിയിട്ടല്ല. വിശ്വാസം പഠിപ്പിച്ച രീതി, മനഹജ് അതിലുണ്ട്. സലഫുകൾ പാലിച്ചിരുന്ന മനഹജ് എന്താണ്? മൻ അറാദ അൻ യൻസഹ ദീ സുൽത്താനിൻ, ഒരു ഭരണാധികാരിയെ ഒരാൾ ഉപദേശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഫൽയഖ്ലു ബിഹി, അവൻ ആ ഭരണാധികാരിയുമായിട്ട് ഒറ്റയ്ക്കിരിക്കട്ടെ. വൽയഖുദ് ബിയദിഹി, അവൻ അവന്റെ കൈക്ക് പിടിക്കട്ടെ. ഒറ്റയ്ക്ക് കൈ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? മൂന്നാമതൊരാൾ കേൾക്കാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഭരണാധികാരി ഉപദേശിക്കേണ്ടത്. ഇതൊന്നും അറിയാതെ എന്തെങ്കിലും ആവേശത്തിന്റെ പുറത്ത് പറയുന്ന ആളുകൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അറിയാത്ത ആളുകൾ.
അവർ നമുക്ക് അവകാശങ്ങൾ തരണ്ടേ, എന്നാലല്ലേ ഭരണാധികാരിയെ വിളിക്കാൻ പറ്റുള്ളൂ, അവർ വെറുതെ ഭരണത്തിൽ അവരുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതിയോ, അങ്ങനെ പലതരത്തിൽ പല ആളുകളും സംസാരിക്കാറുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇസ്മഅ വ അതി', നീ കേൾക്കണം, അനുസരിക്കണം. വൈൻ ഉഖിദ മാലുക്, നിന്റെ സമ്പത്ത് പിടിച്ചെടുത്താലും, വൈൻ ജുലിദ ളഹ്റുക്, നിന്റെ പുറത്ത് ചാട്ടവാർ കൊണ്ട് അടിച്ചാലും എന്ത് ചെയ്യണം? നീ കേൾക്കുകയും അനുസരിക്കുകയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. ഇങ്ങനത്തെ ധാരാളം ഹദീസുകൾ, എത്രത്തോളം സ്വഹീഹ് മുസ്ലിമില് ശ്രദ്ധിക്കണം, ഓരോ വിഷയങ്ങൾ ഓരോ കിതാബുകളായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ, കിതാബ് ത്വഹാറ, കിതാബ് സലാ, അങ്ങനെ അതേപോലെ സ്വഹീഹ് മുസ്ലിമില് കിതാബുൽ ഇമാറ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അത് മുഴുവൻ ഇങ്ങനത്തെ ഹദീസ്, അത് മുഴുവൻ ഇങ്ങനത്തെ ഹദീസ്, അത് മുഴുവൻ സ്വഹീഹാണ്, സ്വഹീഹ് മുസ്ലിമാണ്. എല്ലാ മുസ്ലിമീങ്ങളും സ്വഹീഹാണെന്ന് അംഗീകരിക്കുന്ന ഗ്രന്ഥം. അതിൽ ധാരാളം കണക്കിന് ഇത്തരം ഹദീസുകളുണ്ട്. അതിന്റെ അർത്ഥം എന്തല്ല, പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തല്ല, അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കണമെന്നോ ഒന്നുമല്ല. ഇപ്പൊ സൗദി അറേബ്യയെ സംബന്ധിച്ച് അവരെ സൗദി അറേബ്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ന്യായീകരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അതിന്റെ ഉദ്ദേശം അതല്ല. മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇപ്പോൾ നിലവിലുള്ളതിൽ വെച്ച് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കാൻ ദീനീപരമായിട്ട് അർഹതപ്പെട്ട രാജ്യം സൗദി അറേബ്യയാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, സിനിമാ തിയേറ്റർ തുറന്നു, അങ്ങനെയായി ഇങ്ങനെയായി പലതും പറയുന്നുണ്ട്. ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. എളുപ്പത്തിൽ മനസ്സിലാവേണ്ട ഒരു സംഭവം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ, പെട്ടെന്ന് അവസാനിപ്പിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട്, എന്റെ നിലപാടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാട്, സ്റ്റാൻഡാണ്. എന്താണ്? രണ്ട് വ്യക്തികൾ, രണ്ട് സിറ്റുവേഷൻസ്. ഒന്നാമത്തെ സിറ്റുവേഷൻ ഒന്ന് നോക്കുക. അതിലെന്താ? ഒരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീ വ്യഭിചരിച്ച് ആ വ്യഭിചാരത്തിലൂടെ അവൾ എന്താണ്? ഗർഭിണിയാണ്. ഈ ഗർഭവുമായി അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറയണം, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ വ്യഭിചരിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ വ്യഭിചരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ എന്ത് ചെയ്യും? പ്രസവിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞേക്കാണ്. ജയിലിടുന്നില്ല, അവൾ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞേക്കാം. അവൾ പ്രസവിച്ചിട്ട് ആ കൈക്കും ചോരക്കുഞ്ഞുമായിട്ട് എന്ത് ചെയ്യണം? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. അവൾക്കുള്ള ശിക്ഷ എന്താ? വിവാഹത്തിന് ശേഷം വ്യഭിചരിച്ചാൽ ദീൻ ഇസ്ലാം ശിക്ഷ എന്താ? ശിക്ഷ? കല്ലെറിഞ്ഞു കൊല്ലുക. ആ ശിക്ഷ ചോദിച്ചു വാങ്ങണം. അപ്പൊ ഈ കൈക്കുഞ്ഞിന് നിന്റെ പാല് കുടിക്കേണ്ട പ്രായമാണ്, ഇതിന് മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഉള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ നീ തിരിച്ചു പോകണം. വീണ്ടും പറഞ്ഞേക്കാം. വീണ്ടും അവൾ എന്ത് ചെയ്യണം? പിന്നീട് ആ കുട്ടിയെ കൈ പിടിച്ച് നടന്നു വരികയാണ്. ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടിയുടെ കഷ്ണുണ്ട്, ഹുബ്സിന്റെ കഷ്ണുണ്ട്. എന്തിനാ? ആ കുട്ടി അത് കഴിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇത്രയും കൂടെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? ആ സ്ത്രീയുടെ മേൽ അള്ളാഹുവിന്റെ വിധി നടപ്പിലാക്കണം. അങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ കൊല്ലുന്നതിനിടയിൽ ആ സ്ത്രീയുടെ രക്തം എന്ത് ചെയ്യണം? സ്വഹാബിയുടെ മേലെ തെറിക്കുകയാണ്. അപ്പൊ വളരെ മോശപ്പെട്ട രൂപത്തിൽ അദ്ദേഹം ഒരു ആക്ഷേപിക്കും. അങ്ങനത്തെ ഒരു സ്ത്രീ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ആക്ഷേപിക്കരുത്, അങ്ങനെ ആക്ഷേപിക്കരുത്. അവൾ ചെയ്ത തൗബ അത് മദീനക്കാർക്ക് മൊത്തം വീതിച്ചു കൊടുത്താൽ മദീനക്കാർക്ക് മുഴുവൻ ആ തൗബ മതിയാകുമായിരുന്നു എന്ന് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ഒന്നാമത്തെ സിറ്റുവേഷൻ. നമ്മൾ നോക്കണം, കമ്പയർ ചെയ്യണം. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്നുള്ളത് സ്വഹാബത്തിനോട് ഏറ്റവും ഉത്തമ സമൂഹമാണ്. സ്വഹാബത്ത് ഏറ്റവും ബെസ്റ്റ് ജനറേഷൻ. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഒരു വിഭാഗം ആളുകളുണ്ട്, ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു ഗ്രൂപ്പ് ആളുകൾ. നിങ്ങൾ സ്വഹാബത്തെ അവരുടെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരത്തോട് നാണക്കെടുക്കും. അവരുടെ നോമ്പും മറ്റ് ഇബാദത്തുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തോട് ലജ്ജ തോന്നിപ്പോകും. അത്രമാത്രം ഇബാദത്തുകളിൽ മുന്നേറുന്ന വിഭാഗം. എന്താ അവരെപ്പറ്റി പറഞ്ഞ എന്താ? ഞാനെങ്ങാനും അവരെ കണ്ടുമുട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ സമൂഹത്തെയും സമൂദ് ഗോത്രത്തെയും എങ്ങനെയാണോ നശിപ്പിച്ചു കളഞ്ഞ് തുടച്ചു നീക്കിയത്, അതേപോലെ ഞാൻ അവരെ കൊന്നുകളയുന്നുണ്ട്, അതേപോലെ ഞാൻ അവരെ
കുന്നുകളെന്തോ. ഇവിടെ റഹ്മത്തും ഇവിടെ നേരെ കാർക്കശ്യമായിട്ടുള്ള ദേഷ്യവും വെറുപ്പും. എന്തുകൊണ്ട് ഈ രണ്ട് സിറ്റുവേഷൻ, ഈ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ എന്തുകൊണ്ടാണ്? അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളെക്കാൾ സൗദി അറേബ്യയെ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാനുള്ള കാരണത. ഒരു നാട്ടിൽ ഷിർക്കില്ല എന്നുണ്ടെങ്കിൽ, ഷിർക്കിന്റെ അടയാളങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ആ നാടാണ് നമ്മൾ മറ്റേത് നാടുകളെക്കാളും ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട നാട്. സൗദി അറേബ്യയിലല്ലാതെ മറ്റേത് നാട്ടിലാണ് ഒരു ഷിർക്കിന്റെ അടയാളം പോലും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഏത് നാടുകളുള്ളത്? ഒരു നാടുമില്ല. സൗദി അറേബ്യയിൽ എവിടെയും കാണാൻ കഴിയും ഒരു ജാറ, ഒരു മഖബറ, ഒരു സിയാറത്ത് കേന്ദ്രം. ആളുകൾ ഏതെങ്കിലും ഒരു മരം ബറക്കത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ മരത്തിന് ചുറ്റും കൂടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അടുത്ത ദിവസം ആ മരം അവിടെ ഉണ്ടാവില്ല. സൗദി അറേബ്യ അടുത്ത ദിവസം ആ മരം അവിടെ ഉണ്ടാവില്ല. മരമോ കല്ലോ എന്തായിക്കോട്ടെ. അപ്പൊ ഇങ്ങനൊരു നാടിനെ സ്നേഹിച്ചില്ലേ പിന്നെ ഏത് നാടെന്ന് സ്നേഹിക്കാം? അവരിൽ പോരായ്മകളുണ്ട്. ആ പോരായ്മ ഒന്നും ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പോരായ്മകൾ തന്നെ. പക്ഷെ എന്താ? മാനുഷികമായിട്ടുള്ള പോരായ്മകളാണ്. പക്ഷെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് അവരാണ്. ഈ സൗദി അറേബ്യനെ കുറ്റം പറയുന്ന ആളുകൾ സ്നേഹിക്കുന്ന നാടുകളാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കേട്ട് അത്ഭുതപ്പെടും. ഷിർക്ക് കൊടികുത്തി വാഴുന്ന, ജാറങ്ങളും അക്ബറുകളും കൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്ത നാടുകൾ. അങ്ങനത്തെ നാടുകളാണ് അവർ എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നത്. ചില നാടുകളിലെ ആളുകൾ മുസ്ലിമീങ്ങൾ പോലല്ല എന്ന് പണ്ഡിതന്മാർ വിധി പറഞ്ഞിട്ടുണ്ട്. കാഫറുകളാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഏതുപോലെ ഇറാനിലെ റാഫിദുകളെ പോലെ. സൗദി വെറുക്കുന്ന പല ആളുകളും സ്നേഹിക്കുന്ന അവരുടെ റോൾ മോഡൽ ആരാ? ഹീറോ ആരാ? ഇറാൻ. എന്തടിസ്ഥാനത്തിൽ? ഏത് ദീനിൽ എന്ത് കാര്യം പറഞ്ഞിട്ടാണ് അവർക്ക് ന്യായീകരിക്കാൻ കഴിയും? പേരിന് പോലും മുസ്ലിം ആണെന്നൊക്കെ പറയാൻ പറ്റാത്ത ആളുകൾ. അപ്പൊ നമ്മൾ ആ ഒരു വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട. ഇന്നത്തെ കാലത്ത് വളരെയധികം വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൗഹീദുള്ള ആളുകൾ പോലും എന്ത് ചെയ്യാണ്? മുസ്ലിം ഭരണാധികാരികളെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി വിമർശിക്കുകയും ചീത്ത പറയുകയും അവര് സമ്പത്തിന്റെ പുറകെ, ദുനിയാവിന്റെ പുറകെയാണ്, ആ സൗദിയിലെ പണ്ഡിതന്മാരെ കൊട്ടാര പണ്ഡിതന്മാരാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയൊക്കെ മോശപ്പെട്ട രൂപത്തിൽ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്ന ആളുകൾ തൗഹീദുള്ള ആളുകളിൽ പോലും കൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം അവസാനിപ്പിക്കുകയാണ്. സ്വഹാബത്തിന്റെ വിഷയം. സ്വഹാബത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹദീസിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാതൃക, റോൾ മോഡലുകൾ എന്ന സ്വഹാബത്താണ്. അവരുടെ നിലപാടുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു മാനദണ്ഡമാണ്. ഈ സ്വഹാബത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി ഏതൊരു വ്യക്തികളെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മൾ സ്നേഹിക്കും. നമ്മുടെ ജീവിതത്തിൽ അവരെ മാതൃകയാക്കും എന്ന് മാത്രമല്ല, സ്വഹാബത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ എന്ത് ചെയ്യില്ല, അവരുടെ ന്യൂനതകൾ നമ്മൾ എടുത്തു പറഞ്ഞ് സംസാരിക്കും. സ്വഹാബത്ത് ശരിയാണ്, മനുഷ്യന്മാരാണ്, മാനസികമായിട്ടുള്ള പല ന്യൂനതകളും പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവർ ചെയ്ത ഇബാദത്തുകൾ, ദീനിനു വേണ്ടി ചെയ്ത ഖിദ്മത്തുകൾ, അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ എവിടെ എത്തൂല? ഒരു കടലിൽ മൂത്രമൊഴിക്കുന്ന പോലെ. ഒരാൾ ഒരു കടലിൽ പോയി മൂത്രമൊഴിച്ചാൽ ആ കടൽ വൃത്തികേടാവും എന്നതുപോലെയുള്ളൂ. അത്രയും വളരെ നിസ്സാരം അവരുടെ ജീവിതത്തിലെ ഇബാദത്തുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ നിസ്സാരം ചില പോരായ്മ, മാനസികമായി പറ്റിയേക്കാവുന്ന ചില പോരായ്മകൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത്തരം ന്യൂനതകൾ കണ്ടാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യാനോ അങ്ങനെ സമൂഹത്തിൽ സ്വഹാബത്തിന്റെ സ്ഥാനം നമ്മൾ ചെറുതാക്കാനോ നമ്മൾ ശ്രമിക്കൂല. നമ്മൾ എപ്പോഴും സ്വഹാബത്തിന് അവരുടേതായിട്ടുള്ള പദവി നിലനിർത്തി കൊടുക്കാൻ, അവരുടെ പദവി സ്ഥാനം സമൂഹത്തിൽ നിലനിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. സ്വഹാബത്തിനെ ഒരാൾ ചീത്ത പറയുന്നുണ്ടെങ്കിൽ സലഫുകൾ ഒരാൾ വിദഗ്ധകാരനാണോ എന്ന് അറിയാൻ ഏറ്റവും എളുപ്പത്തിലുള്ള അടയാളം പറയാറുള്ളത് എന്താണ്? സ്വഹാബത്തിനെ പറ്റി മോശമായി സംസാരിക്കുന്നത്. സ്വഹാബത്തിനെ പറ്റി മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ വിദഗ്ധകാരൻ, അവൻ അഹ്ലുസുന്നത്തിൽപ്പെട്ടവനല്ല. അതേപോലെ തന്നെ ഭരണാധികാരി, തൊട്ടുമ്പ് പറഞ്ഞ വിഷയം, ഭരണാധികാരിക്ക് അയാളുടെ ഹൈറിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവൻ സുന്നത്തിന്റെ ആളാണ്.
എന്നാൽ ഭരണാധികാരിക്കെതിരിൽ ഒരാൾ മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പരസ്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവൻ അഹ്ലുസുന്നത്തിൽപ്പെട്ടവനല്ല. ഇപ്പൊ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ടുള്ള എല്ലാ ആളുകളും ചീത്ത വിളിക്കുന്ന ഒരാളാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിലെ ഒറ്റൊരു സംഭവം മാത്രം. അബ്ദുല്ലാഹിൽ മുബാറക് റഹിമഹുല്ലാഹിന്റെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിലെ, നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ആളാണ്, നമുക്കൊക്കെ പരിചയമുണ്ട്, 2-ാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഭരണാധികാരി. അയാളുടെ മദ്ഹുകളും കഥകളൊക്കെ ഈ ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. ഇദ്ദേഹത്തോട് ചോദിക്കണം, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ ഉത്തമൻ, അതല്ല മുആവിയാണോ ഉത്തമൻ എന്ന് അബ്ദുല്ലാഹിൽ മുബാറക് റഹിമഹുല്ലാഹ് ചോദിക്കാം. അബ്ദുല്ലാഹിൽ മുബാറക് എന്താ പറഞ്ഞതെന്ന് അറിയോ? എന്താ പറഞ്ഞത്? മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്ത യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന്റെ മൂക്കിനകത്തേക്ക് കയറിപ്പോ ഒരു മണൽത്തരിയോടെ പോലും ആര് വരൂല? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് വരൂല. അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കൊച്ചാക്കല്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം, വലിപ്പം, മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അബ്ദുല്ലാഹിൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കാണ്. അത്രയും വലിയ സ്ഥാനം സ്വഹാബികൾക്കുണ്ട്. അത്രയും വലിയ സ്ഥാനം സ്വഹാബികൾക്കുണ്ട്. സ്വഹാബികളുടെ പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയും. നമ്മൾ എത്ര ഇബാദത്തുകൾ ചെയ്താൽ, എത്ര തഖ്വയിലേക്ക് എത്തി, ഈമാനിലേക്ക് എത്തി, ഇൽമിലേക്ക് എത്തിയാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സ്വഹാബത്തിന്റെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജ അംബിയാ മുർസലീങ്ങൾക്കുള്ളത്. പിന്നെ തൊട്ട് താഴെ ദറജ ആ നബിമാരുടെയും റസൂലുമാരുടെയും സ്വഹാബത്തുകൾക്കുള്ളത്. പിന്നെ നമുക്ക് ചാൻസ് ഉള്ളൂ. പിന്നെ അതിന് തൊട്ട് താഴെ 3rd കാറ്റഗറി മുതലാണ് നമുക്ക് ചാൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? അവരുടെ പദവിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ സ്വഹാബത്തിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്. എന്ത് കാരണം? 2 കാരണം. ഒന്ന്, അവർ സ്വഹാബികളാണ്. മറ്റൊന്ന്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ബന്ധുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളെ സ്നേഹിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. എങ്ങനെയുള്ളവരാണെങ്കിൽ? തൗഹീദും ഈമാൻ ഉള്ളവരാണെങ്കിൽ. തൗഹീദും ഈമാൻ ഉള്ളവരാണെങ്കിൽ. നമ്മുടെ നാട്ടില് നബി കുടുംബമാണെന്ന് പറയുന്ന ആളുകൾ അവർക്കിടുന്ന പേരാണ് തങ്ങൾ. തങ്ങൾ കുടുംബമാണെങ്കിൽ നബിയുടെ പരമ്പരയിലാണെന്ന് അവകാശപ്പെടുന്ന അത് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദും ഈമാനും ഉള്ള ഈ സ്വഹാബത്തിന്റെ നിലപാടുകളിലുള്ള ഒരു നബി കുടുംബത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ആരെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മൾ സ്നേഹിക്കാൻ ബാധ്യസ്ഥ. ബാക്കിയുള്ള ആരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിനേക്കാളും പരിഗണിക്കുന്നതിനേക്കാളും അവരെ പരിഗണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ അവസാനിപ്പിക്കുകയാണ്, ദീനുൽ ഇസ്ലാം, ഈ ദീൻ അല്ലാത്ത മറ്റൊരു ദീനിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഒരാൾ തൗറാത്ത് അല്ലെ ഇന്നത്തെ കാലത്തെ ബൈബിൾ, ഒരാൾ എന്ത് ചെയ്യണം? പറയാണ്, ഞാൻ ഈ ബൈബിളിലുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ആഖിറത്തിൽ സ്വർഗത്തിലായിരിക്കും, നരകത്തിലായിരിക്കും. പല മുസ്ലിമുകൾക്ക് സംശയമുള്ള പലരും തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പലരും പറയുന്നത് എല്ലാ ദീനിലും ഉണ്ടെന്ത്? നല്ലത് ചീത്തയും. എല്ലാ ദീനിലും നല്ലത് ചീത്തയുണ്ട്. ഏത് ദീനാണെങ്കിലും കുഴപ്പമില്ല അല്ലെ? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അവർ പറയുന്നത്. അത് ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾക്കെതിരാണ്. അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾക്കെതിരാണ്. ഒരാൾ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾ ആണെങ്കിൽ അയാൾക്ക് തൗറാത്ത് അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലേക്ക് എത്താം. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇഞ്ചീൽ അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലേക്ക് എത്താം. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടതിന് ശേഷം ഒരാൾക്ക് ഖുർആൻ അനുസരിച്ച് ജീവിച്ചാലല്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. അല്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു
തൗറാത്തിന്റെ ചില കലർപ്പില്ലാത്ത ഏടുകൾ ഉള്ളതോ കിട്ടി സന്തോഷത്തോടെ ഓടി വരികയാണ് വിശ്വാസം അടുക്കിലേക്ക്. എന്തിന്? തൗറാത്ത് വായിക്കാൻ. അള്ളാന്റെ കലാമാണല്ലോ, അള്ളാഹ് ഇറക്കി കൊടുത്ത കിതാബാണല്ലോ. അത് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുന്നു പ്രതീക്ഷിച്ചിട്ട് ഓടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മുന്നിൽ വന്നിരുന്നിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ദേഷ്യം കൊണ്ട് ചോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ പെട്ട് അവസാനം പറയുന്നത് ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസ അലൈഹിസ്സലാം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റാതെ മൂസാക്ക് വേറെ നിവൃത്തി ഉണ്ടാവില്ല. മൂസാ നബിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാതെ പറ്റൂലെങ്കിൽ പിന്നെ ആർക്ക് ഒഴിവുണ്ടാവും? അല്ലെ, അവസാന കാലഘട്ടത്തിൽ ഈസാ അലൈഹിസ്സലാം വീണ്ടും ഇറങ്ങി വരും. മസീഹ് ദജ്ജാലിനെ കൊല്ലാൻ ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഇഞ്ചീൽ കിട്ടിയ അതേ റസൂലാണ്. ആ ഈസാ അലൈഹിസ്സലാം ഇഞ്ചീൽ അനുസരിച്ചിട്ടാണോ ജീവിക്കുക? ആണോ? അല്ല, അദ്ദേഹം ഖുർആൻ അനുസരിച്ചിട്ടാണ് ജീവിക്കുക. ഈസാ നബിക്കും മൂസാ നബിക്കും ഒഴിവില്ലെങ്കിൽ പിന്നെ ആർക്കും ഒഴിവുണ്ടാവും? നമ്മുടെ നാട്ടില് ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങളുടെ ത്വരീഖത്തിന്റെ ഷെയ്ഖ്, ആ ഷെയ്ഖ് നിസ്കരിക്കുന്നുണ്ടാവില്ല, നോമ്പെടുക്കുന്നുണ്ടാവില്ല. എന്താ കാരണം ചോദിച്ചാൽ അതൊക്കെ സാധാരണക്കാർക്കുള്ളതാണ്, അതൊക്കെ സാധാരണ ജനങ്ങൾക്കുള്ളതാണ്. നിങ്ങളൊക്കെ നിസ്കരിക്കണം, പക്ഷെ ഷെയ്ഖ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഷെയ്ഖ് എന്ത് ചെയ്തു? ഒരു ദറജ കൂടിയാണ്, ഒരു ദറജ കൂടിയാണ്. മൂസാ നബിക്ക് ഈസാ നബിക്ക് ഒഴിവില്ലെങ്കിൽ പിന്നെ എന്ത് ഷെയ്ഖ്? എവിടത്തെ ഷെയ്ഖ്? ഒരാൾ അങ്ങനെ വിശ്വസിച്ചാൽ വിശ്വസിച്ചവൻ കാഫറാവും. എന്ന് വെച്ചാൽ നമ്മൾ നിസ്കാരം ഒഴിവാക്കണമെന്നില്ല, നമ്മൾ നോമ്പെടുക്കാതിരിക്കണമെന്നില്ല. ഒരു ഷെയ്ഖിന്, ഇന്ന ത്വരീഖത്തിന്റെ ഈ ഷെയ്ഖിന് നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അയാൾക്ക് നോമ്പെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെ, നമ്മുടെ നാട്ടിൽ എത്രയോ സാധുജനങ്ങൾ. ഇപ്പൊ സി എം മടവൂരിനെ സംബന്ധിച്ച്, സി എം മടവൂരിന്റെ ശിഷ്യൻ എഴുതുക കിതാബില് വിരികൾ എങ്ങനെയാണ്: ഞങ്ങളുടെ ഷെയ്ഖുന റമദാനിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നോമ്പെടുക്കുന്നവരെ നോമ്പ് കുറിപ്പിക്കാറുണ്ട്. ഇത് കുറ്റമായിട്ട് എഴുതുന്നതല്ല, നമ്മൾപ്പെട്ട ഒരാൾ കുറ്റമായിട്ട് എഴുതുന്നതല്ല, അവരിൽപ്പെട്ട ഒരാൾ മദ്ഹായിട്ട് എഴുതാണ്. ഞങ്ങളുടെ ഷെയ്ഖ് ഒരു ലെവൽ കൂടിയാണ്. ഞങ്ങളുടെ ഷെയ്ഖിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. ഷെയ്ഖ് പറഞ്ഞ നേരെ സ്വർഗത്തിലേക്ക്. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ വിശ്വസിച്ചവൻ കാഫറാവും. ഷെയ്ഖിന്റെ വിഷയമല്ല, ആ ഷെയ്ഖിന് അങ്ങനെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നിസ്കാരം നിർബന്ധമല്ല, നോമ്പെടുക്കൽ നിർബന്ധമല്ല എന്ന് വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയം. അതുപോലെ തന്നെ അവസാനം ഒരു വിഷയം കൂടി പറയാൻ, എന്താണ് ഖുർആനിന്റെയും ഹദീസിന്റെയും അധ്യാപനങ്ങൾ നമ്മളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ മോഡേണിസ്റ്റുകൾ, അല്ലെ, സയൻസും പുതിയ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും എന്ത് ചെയ്യണം, അതിന്റെ മുന്നിൽ തടസ്സമായി വെക്കും. ഒരു ഖുർആൻ ഒരു കാര്യം വന്നെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും? സയൻസിന്റെ തിയറിക്ക് അത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കും. യോജിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള അഖലാനികൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. അങ്ങനെയുള്ള അഖലാനികൾ ബുദ്ധിക്ക് യോജിക്കുന്നത് മാത്രം സ്വീകരിക്കുകയും ബുദ്ധിക്ക് യോജിക്കാതെ തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥ ഒരിക്കലും അഹ്ലുസ് സുന്നത്തിന്റെ നിലപാടല്ല. അങ്ങനെയുള്ള അവസ്ഥ ഒരിക്കലും അഹ്ലുസ് സുന്നത്തിന്റെ നിലപാടല്ല. അതേപോലെ തന്നെ അവസാനം പറയണം ജിഹാദിന്റെ വിഷയം. ജിഹാദ് എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ വളരെ മഹത്തരമായ ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യം. വിശ്വാസം പഠിപ്പിച്ചത് വദിറുവത്തു സിനാമിഹി അൽ ജിഹാദു ഫീ സബീൽ. ഇസ്ലാം എന്നുള്ളത് ഒരു ഒട്ടകമാണെങ്കിൽ ആ ഒട്ടകത്തിന്റെ പൂന്, അതിന്റെ മുകളിൽ ഒരു ഹമ്പുണ്ട്, ആ ഹമ്പിന്റെ ഏറ്റവും ടോപ്പ് ആണെന്ത്? ജിഹാദ് എന്ന് വിശ്വാസം പഠിപ്പിച്ചു തരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ജിഹാദിനെ പല ആളുകൾക്ക് പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സദസ്സിൽ ഇരിക്കാൻ പോലും പേടിയാണ്. ജിഹാദ് എന്ന് പറയുന്നത്
ജിഹാദ് എന്നുള്ളത് മഹത്തരമായ ഇബാദത്താണ്, വളരെയധികം പ്രതിഫലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെതായിട്ടുള്ള കണ്ടീഷനുകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. ഏതുപോലെ നിസ്കാരം, ഒരാൾ അവന് തോന്നിയതുപോലെ നിസ്കരിച്ചാൽ നിസ്കാരമാവും? ആവില്ല. അതേപോലെ തന്നെ ജിഹാദിനും അതിൻ്റെതായിട്ടുള്ള കണ്ടീഷനുകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഷുറൂത്തുകളുണ്ട്. ആ ഷുറൂത്തുകളൊക്കെ പാലിക്കപ്പെട്ട് അതെല്ലാം കൃത്യമായി പൂർത്തീകരിക്കപ്പെട്ടാലേ അതെന്താവുകയുള്ളൂ, അതൊരു ഇബാദത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് പോലെ ഈ തീവ്രവാദ സംഘങ്ങൾ, ഖായിദ, ISIS, ദാഇഷ്, ഇങ്ങനെ കുറെ സംഘങ്ങൾ പല സമയങ്ങളിലായിട്ട് പൊട്ടിമുളച്ചു വരാറുണ്ട്. അത്തരം സംഘങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന ഈ ചാവര സ്ഫോടനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതൊന്നും എന്തല്ല, ദീൻ പഠിപ്പിച്ചെന്ന ജിഹാദല്ല. ഇതൊന്നും ദീൻ പഠിപ്പിച്ചതെന്ന ജിഹാദല്ല. നാം ശ്രദ്ധിക്കണം, നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം നാടല്ല, മുസ്ലിം രാഷ്ട്രമല്ല. അതുകൊണ്ട് തന്നെ ഈ നാട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആക്രമണങ്ങൾ നടത്തിയാൽ കുഴപ്പമില്ല, ഇവിടെ നമ്മൾ ട്രെയിൻ കൊള്ളയടിച്ചാൽ കുഴപ്പമില്ല, ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അവർ ഈ ഖവാരിജിയത്ത് തലയിൽ കയറിയ ആളുകളാണ്. വളരെ ശ്രദ്ധിക്കണം, പേടിക്കണം. അത്തരം ആളുകൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കണം, വിവരം കൊടുക്കണം, ഇൻഫർമേഷൻ കൊടുക്കണം. കാരണം അവരെ കൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം ഈ നാട്ടുകാർക്കല്ല, നമ്മൾക്കാണ്. അവരെ കൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മൾ അതേ രൂപത്തിൽ നടക്കും, എന്നിട്ട് ദീനെതിരാവുന്ന കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മൾക്ക് നമ്മുടെ ഈ രൂപത്തിൽ നടക്കാൻ കഴിയും പുറത്തേക്ക്? ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണമാണ് നമുക്ക് നമ്മുടെ നാട് ശരിയായ രൂപത്തിൽ വളർത്തി സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ. ആളുകൾക്ക് എന്തോ രൂപത്തിൽ ഇവർ എവിടെ നിന്നാ വന്ന്, പാകിസ്ഥാനിൽ നിന്നാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്, ഏത് തീവ്രവാദിയാണാവും എന്ന രൂപത്തിൽ ആളുകൾ നമ്മൾ നോക്കാൻ തുടങ്ങിയത് ഇത്തരം ആളുകളുടെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാരണത്താണ്. അത്തരം ആളുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അറിയിച്ചു കൊടുക്കണം. നമ്മൾ ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്ത് നമുക്ക് പരിചയമുള്ള സ്ഥലത്ത് ഒരാൾ ബോംബ് ഉണ്ടാക്കണം ചെയ്യുന്നത്, എവിടെയും കൊണ്ടേ പൊട്ടിക്കാൻ നമ്മൾ അറിയിക്കണം. ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ അയാളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ബോംബ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ അറിയിക്കണം. നമ്മുടെ ബാധ്യതയാണ്. അവസാനം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു, നമ്മുടെ ഇഷ്ടം എന്നുള്ളത്, സ്നേഹം എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം. മനഹബ്ബലില്ല വഅബ്ഗദലില്ല വഅതാലില്ല വമനഅലില്ല ഫഖദ് ഇസ്തക്മലനി. ആരാണോ അള്ളാഹുവിനോട് ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനോട് വെറുക്കുകയും അള്ളാഹുവിനോട് കൊടുക്കുകയും അള്ളാഹുവിനോട് തടയുകയും ചെയ്യുന്നത്, അവന്റെ ഈമാൻ എന്തായി? പരിപൂർണമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരാൾ വന്നു, അപ്പൊ അവനെ നമ്മൾ എന്ത് ചെയ്യാം? കൂടുതൽ സ്നേഹിക്കും. എപ്പോഴും നമ്മുടെ ക്ലാസ്സിന് വരുന്നവൻ, ഒരുത്ത് നമ്മുടെ ക്ലാസ്സിന് വരുന്നേ ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അവൻ അതുകൊണ്ട് വെറുക്കുക? അത് പാടില്ല ഒരിക്കലും. അള്ളാഹുവിനെ വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ശിർക്കില്ലാത്തവനാണെങ്കിൽ, യുദ്ധത്തിന്റെ മറ്റ് വിനങ്ങളിൽ നിന്ന് പെട്ടുപോയിട്ടില്ലാത്തവനാണെങ്കിൽ, സ്വഹാബത്തിന്റെ നിലപാടിലുള്ളവനാണെങ്കിൽ നമ്മൾ അവനെ ഒരു നിലയ്ക്കും വെറുക്കാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മകളുടെ കാരണത്താൽ വെറുക്കാന്നല്ലാതെ നമ്മൾ അവനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയോ അവനെ മറ്റൊരു വിഭാഗമായിട്ട് കണക്കാക്കുകയോ നമുക്ക് പാടില്ല. ആരാണെങ്കിലും, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് ഗ്രൂപ്പിൽപ്പെട്ടവനാണെങ്കിലും ഈ കണ്ടീഷനുകളൊക്കെ പാലിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവനെ വെറുക്കാനോ അകറ്റി നിർത്താനോ പാടില്ല. എന്നാൽ ഇതിൽ ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെറുക്കണം. കാരണം എന്താ? വെറുക്കപ്പെടേണ്ടവനാണ്. അവിടെ നമ്മൾ വെറുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളായിരിക്കും, ഉപ്പയായിരിക്കാം, സഹോദരനായിരിക്കാം, മകനായിരിക്കാം, ഏറ്റവും അടുത്ത റിലേറ്റീവ് ആയിരിക്കാം, ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരിക്കാം. പക്ഷെ ഈ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെറുക്കും. എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ മാർഗത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ചെയ്ത് മക്കക്കാർ രണ്ട് വിഭാഗങ്ങളായി. മക്കക്കാർ തൗഹീദുള്ളവരും തൗഹീദ് ഇല്ലാത്ത രണ്ട് വിഭാഗങ്ങളായി. തൗഹീദുള്ളവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തൗഹീദ് ഇല്ലാത്തവരുണ്ട്. സ്വന്തം മകനുണ്ട്, വാപ്പയുണ്ട്, സഹോദരനുണ്ട്. പക്ഷെ അവരോടാണ് എന്ത് ചെയ്തത്? ബദർ മുഹദൊക്കെ നടത്തിയത്. അവിടെ
വെറുക്കുന്നത് മറ്റെന്തെങ്കിലും കാരണം, മറ്റു കാരണങ്ങൾ മറ്റു ഉപദ്രവിച്ചതും പ്രയാസപ്പെടുത്തിയതും ചീത്ത വിളിച്ചതും കളിയാക്കിയതൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിനെല്ലാത്തിനും ഉപരി അവരെ വെറുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഇതെന്തിനു പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ തൗഹീദാണ് ഏറ്റവും പ്രധാനം. ആ തൗഹീദ് പെർഫെക്റ്റ് ആക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ തൗഹീദ് പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് എന്ത്? നമ്മൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന മറ്റ് ഹറാമുകൾ കാണുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഗൈറത്ത് വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, വെറുപ്പ് വരുന്നുണ്ട്. പക്ഷെ ശിർക്ക് കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എന്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന മറ്റുള്ള വൃത്തികെട്ട കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ ഒരു വൈനിന്റെ ബാറ് കാണാം, അല്ലെങ്കിൽ ഒരു പോർക്കിന്റെ സ്റ്റാള് കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ദേഷ്യവും വെറുപ്പും, ആ വെറുപ്പ് എന്തിനുണ്ടാവുന്നില്ല? ഒരു ഷിർക്കിന്റെ കേന്ദ്രം ഉണ്ടാവുന്നില്ല. അതെന്തിന്റെ പ്രശ്നമാണെന്നറിയോ? നമ്മുടെ തൗഹീദ് പെർഫെക്റ്റ് ആക്കാതിന്റെ പ്രശ്നം. നമ്മുടെ സ്നേഹവും വെറുപ്പൊക്കെ നമുക്ക് തോന്നിയതുപോലെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ ശീലിച്ചതുപോലെയല്ല വേണ്ടത്. നമ്മുടെ സ്നേഹവും വെറുപ്പും ഒക്കെ അത് വ്യക്തികളായിക്കോട്ടെ, സ്ഥലങ്ങളായിക്കോട്ടെ, പ്രവർത്തനങ്ങളായിക്കോട്ടെ, എന്തും അതെല്ലാം അള്ളാഹു എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുക, അള്ളാഹു എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം നമ്മൾ വെറുക്കുക. അങ്ങനെ ആയാൽ നമ്മുടെ ഈമാൻ കംപ്ലീറ്റ് ആകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മൾ ആകാൻ ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക. പക്ഷെ നീണ്ടുപോയി പ്രയാസപ്പെട്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൃത്യമായ നിലപാട്, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് മാത്രം, നമുക്ക് ടോട്ടലായിട്ട് വിശദീകരിച്ച് പറയാൻ അത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് എക്സാമ്പിൾസ് മാത്രമാണ്. ഇതിലെങ്കിലും നമ്മൾ ഈ പറഞ്ഞ നിലപാടുകളിൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? അഹ്ലുസ് സുന്നത്തിൽപ്പെട്ടവനാകാനോ സലഫി ആകാനോ സാധിക്കില്ല. അത്രയും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയ മസാലകൾ മാത്രം പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ നിലപാടുകളിലും ഇതിൽ പറയപ്പെടാത്ത മറ്റുള്ള വിഷയങ്ങളിൽ എല്ലാത്തിലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടുകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മുട്ടയിച്ച അതേ ആശയ ആദർശ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മരണപ്പെടാനും അവനെ റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവന്റെ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു